ആനന്ദദുഃഖം പദാംബുജം ഹംസാശ്രേരന്നരവിന്ദലോചനം സുഖം നോ വിശ്വേശ്വരയോഗകർമ്മഭിസ്ത്വന്മായയാമി വിഹതാ നമാനിന കിം ചിത്രമച്യുത തവൈതദശേഷബന്ധോ ദാസേഷ്വനന്യശരണേഷു യദാത്മസാത്വം യോരോചയൽ സഹ മൃഗൈർ സ്വയമീശ്വരാണാം ശ്രീമൽ കിരീട തടപീഡിതപാദപീഠ തം ത്വാഖിലാത്മദയിദേശ്വരമാശ്രിതാനാം സർവാർത്ഥദം സുഹൃതവിദ് വിസൃജേത കോനോ കോ വാ ഭജേത് കിമപി വിസ്മൃതയേന ഭൂതി കിം വാ ഭവേന്ന തവ പാദരജോജുഷാം നൈവോപയന്ത്യപചിതിം കവയസ്കവേഷ ബ്രഹ്മായുഷാപി കൃതമൃദ്ധമുദ സ്മരന്ത യുന്തർബഹിസ്തനഭൃതാമശുഭം മിഥുന്നാചാര്യചൈത്യവപുഷാ സ്വഗതിം യനക്തി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവർക്ക് ചെയ്യുന്ന ജ്ഞാനോപദേശമാണ് ഏകാദശ സ്കന്ധത്തിലെ പ്രധാനപ്പെട്ട പ്രമേയം. ഉദ്ധവൻ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് പലതവണ നമസ്കരിച്ചു. അനേകം ചോദ്യങ്ങൾ ചോദിച്ചു. ഉദ്ധവൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായി, യുക്തിയുക്തമായി, ശാസ്ത്രീയമായി, ആധ്യാത്മികമായി ഭഗവാൻ മറുപടികളൊക്കെ കൊടുത്തു. അങ്ങനെ 31-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ അവിടെ നമുക്ക് കാണാം ശ്രീ ശുകബ്രഹ്മർഷി ഭഗവാനെ നമസ്കരിക്കുന്നത്. എല്ലാം പറഞ്ഞ് ശ്രീ ശുകബ്രഹ്മർഷി ഏകാദശം മുഴുവൻ സമർപ്പിച്ച് അവസാനം ആ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്ന ഒരു ശ്ലോകവുമുണ്ട് ഏകാദശ സ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്ത്. ആ ഏകാദശത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ആരാണോ ഈ ഏകാദശ സ്കന്ധം വേണ്ടതുപോലെ കേൾക്കുന്നത് അവർക്ക് ഭക്തിം പരാം പരമഹംസഗതോ ലഭേത, പരാം ഭക്തിം ലഭേത, അവർക്ക് പരാ എന്ന് പറയുന്ന ഭക്തി ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏകാദശ സ്കന്ധം പൂർണ്ണമാവുന്നത്. ഭക്തിക്ക് പല പല ഭാവങ്ങളുണ്ട് എന്ന് പറയുന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ, എല്ലാവരും അതീവ ശ്രദ്ധയോടെ കേൾക്കണം. ശ്രദ്ധ എങ്ങോട്ടും മാറിപ്പോകരുത്. ഇവിടെ മാത്രം ശ്രദ്ധിക്കുക, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ വാക്കും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇവിടെ പരാ എന്ന് പറയുന്ന ഒരു ഭക്തിയുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഭക്തിക്ക് പല പല ഭാവങ്ങളുണ്ട്, പല പല പടവുകളുണ്ട്. അപ്പോൾ ഭക്തിയുടെ ഏറ്റവും താഴെയുള്ള 1-ാമത്തെ പടി ആദ്യം കയറണം. 1-ാമത്തെ പടി കയറിയിട്ട് വേണം പിന്നെ 2-ാമത്തെ, 3-ാമത്തെ, 4-ാമത്തെ, അങ്ങനെ ഭക്തിയുടെ ഓരോരോ പടികളായിട്ട് സാവധാനത്തിൽ എന്ത് ചെയ്യണം, മുകളിലേക്ക് അങ്ങനെ കയറണം. അങ്ങനെ കയറി കാലം കുറേ കഴിയുമ്പോൾ, ഒരുപക്ഷെ എത്രയോ ജന്മങ്ങൾ കഴിയുമ്പോഴാണ് ഒരു ജീവാത്മാവിന് എവിടെ എത്താൻ പറ്റുക. പറഞ്ഞത് ശ്രദ്ധിച്ചോ? എത്രയോ ജന്മങ്ങൾ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ പടവുകൾ ഓരോന്നോരോന്ന് കയറി അവസാനം ഭക്തിയുടെ ഉയർന്ന ഭാവത്തിൽ എത്താൻ കഴിയുക. ആ ഭക്തിയുടെ ഏറ്റവും ഉയർന്ന ഈ ഭാവത്തെയാണ് ഇവിടെ പരാ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെ നമുക്ക് പരാഭക്തി എന്ന് പറയാം. അപ്പോൾ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യം ഇതായിരിക്കണം, ഭഗവാനിൽ പരാ എന്ന് വിശേഷിപ്പിക്കുന്ന ഭക്തി ഉണ്ടായിത്തീരണം. അപ്പോൾ നമുക്കിങ്ങനെ സംശയം തോന്നും. നമുക്ക് സ്വതവേ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സിദ്ധാന്തമാണ്, പിന്നൊന്ന് പ്രയോഗമാണ്. സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ തത്വശാസ്ത്രങ്ങളെല്ലാം തന്നെ സിദ്ധാന്തങ്ങളായിട്ട് ആചാര്യന്മാർ അനേകം ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്.
ഒരു സിദ്ധാന്തമാണ്. സിദ്ധാന്തത്തിൻ്റെ മറുവശമാണ് പ്രയോഗം. പ്രയോഗം എന്ന് പറഞ്ഞാൽ ഈ ആചാര്യന്മാർ പറഞ്ഞു വെച്ച ഈ സിദ്ധാന്തങ്ങൾ, ഈ തത്വങ്ങളൊക്കെ മനസ്സിലാക്കി ആ പാതയിൽ കൂടി സഞ്ചരിച്ച് ആർക്കെങ്കിലും ലക്ഷ്യത്തിൽ എത്താൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെയാണല്ലോ നമ്മൾ ആ സിദ്ധാന്തത്തെ പ്രയോഗിച്ചു എന്ന് പറയും. അങ്ങനെ ലോകത്തിൽ ധാരാളം പേര് അതിനെ പ്രയോഗിച്ച് ഈ സിദ്ധാന്തങ്ങളെല്ലാം വളരെ ശരിയായിരുന്നു. കാരണം അത് പ്രയോഗിച്ചപ്പോൾ അതിൽ പറഞ്ഞ എല്ലാ അനുഭവങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞാൽ മാത്രമേ ആ സിദ്ധാന്തം ശരിയാവുന്നുള്ളൂ, സഫലമാവുന്നുള്ളൂ. അപ്പോൾ ഭക്തി എന്ന് പറയുന്ന ഈ സിദ്ധാന്തം അത് വേണ്ടതുപോലെ ജീവിതത്തിൽ അനുഷ്ഠിച്ച് ആചരിച്ച് അത് പ്രയോഗിച്ചു നോക്കി അതിൻ്റെ ആ ശരിയായ പരമഫലം എന്താണോ അതിലെത്തിച്ചേർന്ന ഒരു മഹാത്മാവായിരുന്നു ഉദ്ധവൻ. അത്രയും ഉദ്ധവനെ പറ്റി മനസ്സിലാക്കി. ഉദ്ധവന് പ്രായം പറഞ്ഞു 125 വയസ്സാണ്. ശ്രീകൃഷ്ണ ഭഗവാന് ഇപ്പോൾ പ്രായം 125 വയസ്സാണ്. പക്ഷേ രണ്ടുപേരെയും കണ്ടാൽ ഒരു 16 വയസ്സിൻ്റെ പ്രസരിപ്പ് മാത്രമേയുള്ളൂ. പരമമായ ജ്ഞാനമാണ് ഉദ്ധവന് അവസാനമായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, എന്താ ഈ പരമമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നിങ്ങൾക്ക് കൂടുതൽ വിശദമായിട്ട് അറിയണമെങ്കിൽ ഏകാദശത്തിലെ 28-ാമത്തെ അധ്യായം വീട്ടിൽ പോയിരുന്ന് കുറേ കാലം കൊണ്ട് പഠിക്കുക. കുറേ കാലം വേണം ഇതിലെ 28-ാമത്തെ അധ്യായം സാമാന്യം പോലെ ഒന്ന് പഠിക്കണമെങ്കിൽ എത്രയോ കാലമെടുക്കും. പെട്ടെന്നൊന്നും അങ്ങനെ പഠിക്കാൻ കഴിയുന്നതല്ല. കാരണം അതിൽ പരമമായ ജ്ഞാനം എന്താണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ നല്ലൊരു ഗുരുനാഥനെ കിട്ടിയാൽ ആ ഗുരുവിൽ നിന്ന് വളരെ വേഗത്തിൽ ചിലപ്പോൾ ഈ ജ്ഞാനം എന്താണെന്ന് അറിയാനും കഴിയും. അങ്ങനെ പല പല കാര്യങ്ങളും ഉദ്ധവൻ എവിടെ നിന്ന് ഗ്രഹിച്ചു കഴിഞ്ഞു? ഭഗവാനിൽ നിന്ന് ഗ്രഹിച്ചു. ഹംസാവതാരം ഭഗവാനിൽ നിന്ന് കേട്ടു. അതുപോലെ വർണ്ണാശ്രമ ധർമ്മങ്ങൾ കേട്ടു. അതുപോലെ ഒരു ഗീതമുണ്ട് ഇതിനകത്ത്, ഭിക്ഷുഗീത എന്നാണ് പേര്. ഒരാളുടെ ജീവിതത്തിൽ മാറ്റം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയാണ് ഭിക്ഷുഗീതയായിട്ട് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. അതും ആര് കേട്ടു? ഉദ്ധവൻ കേട്ടു. പൂജാസമ്പ്രദായം, എങ്ങനെയാണ് ഭഗവാനെ താന്ത്രികന്മാർ വൈദികന്മാരൊക്കെ പൂജിക്കുന്നത് എന്നുള്ള പൂജാസമ്പ്രദായവും ഉദ്ധവൻ ഭഗവാനിൽ നിന്ന് കേട്ടു. ഐളഗീതം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ഏകാദശത്തിൽ. പുരൂരവസിൻ്റെ കഥയാണ്. തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് ഭക്തി വർദ്ധിക്കാൻ കാരണമായി തീർന്നു. അങ്ങനെയുള്ള ഐളഗീതവും ഭഗവാൻ ആരെ കേൾപ്പിക്കുന്നുണ്ട്? ഉദ്ധവനെ കേൾപ്പിക്കുന്നുണ്ട്. അതുപോലെ 3 മാർഗങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിന്. കർമ്മയോഗമുണ്ട്, അതുപോലെ തന്നെ ഭക്തിയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട് എന്ന് പറഞ്ഞ 3 യോഗങ്ങളെ പറ്റി പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ആധ്യാത്മികമായിട്ട് ചിന്തിക്കുന്നവർക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഭഗവാൻ ആർക്ക് പറഞ്ഞു കൊടുത്തു? ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കേട്ട സമയത്ത് ആ പരമമായ ജ്ഞാനമാർഗം കേട്ടപ്പോൾ എന്താണ് ഉദ്ധവൻ പറഞ്ഞതെന്ന് കേട്ടോളൂ. സുദുശ്ചരാമിമം മന്യേ യോഗചര്യാം അനാത്മനഃ. അല്ലയോ ഭഗവാനെ, അങ്ങിപ്പോൾ അവസാനമായി പറഞ്ഞിരിക്കുന്ന ഈ യോഗചര്യ അത് സുദുശ്ചരാം. അതെന്താ അതിൻ്റെ അർത്ഥം? അത് ആ ശ്ലോകം കാണണമെങ്കിൽ ഗ്രന്ഥമുള്ളവർ നോക്കിക്കോൾ. എവിടെയാണ് ഈ ശ്ലോകം എന്ന് പറഞ്ഞത്? ഗ്രന്ഥമില്ലാത്തവർ കേട്ടിരുന്നാവും. അപ്പോൾ അതിൽ 29-ാമത്തെ അധ്യായം, അപ്പോൾ ഏകോന ത്രിംശോധ്യായ എന്ന് എഴുതിയിട്ടുണ്ടാവും. 29-ാമത്തെ അധ്യായം അതിൽ നോക്കിയാൽ ആദ്യത്തെ ആർക്കും നോക്കാം. ഈ പ്രഭാഷണം കേൾക്കുന്ന ആർക്കും എവിടെ ഇരുന്നിട്ടും അത് കേൾക്കാം. അപ്പോൾ എന്തായാലും പറയുന്നത് ഉദ്ധവ ഉവാച പറഞ്ഞാൽ എന്താ അർത്ഥം? അത് 2 പദങ്ങളാണ്. അവിടെ ഒരു സന്ധിയുണ്ട്. എന്താണ് അവിടെ സന്ധി? ഉദ്ധവ കൂട്ടണം ഉവാച. അങ്ങനെയാണ് ശരിക്കും. തിരുത്തരുത്, പുസ്തകത്തിൽ തിരുത്തരുതെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. പേന കൊണ്ട് ഭാഗവതം പുസ്തകത്തിൽ തൊടാൻ പാടില്ല, തിരുത്തണ്ട. അപ്പോൾ ഉദ്ധവ എന്നാണ് ഒരു പദം. അപ്പോൾ ഉദ്ധവ എന്ന് എഴുതിയിട്ട് 2 കുത്തിടും, അതാണ് ആ പദം. പിന്നെ അതിനോട് ഉവാച എന്ന് പറയുന്ന ഒരു ക്രിയാപദം ചേരും. അത് രണ്ടും കൂടി ചേരുമ്പോൾ ആ നടുക്കുള്ള കുത്ത് അപ്രത്യക്ഷവും. ആ കുത്ത് അപ്രത്യക്ഷമായിട്ടൊരു സന്ധി ചേർന്നിട്ട് അതെന്താവും? കുത്തുകൾ പോയാൽ പിന്നെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഉദ്ധവ ഉവാച എന്നേ ഉണ്ടാവും. അതാണ് അതിൻ്റെ വ്യാകരണം. ഇപ്പോൾ കുറച്ച് വ്യാകരണം പഠിക്കണമല്ലോ അല്ലേ? ഒരുപാട് വ്യാകരണങ്ങൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഭഗവാൻ ഉദ്ധവൻ പറയുകയാണ്. അപ്പോൾ ഉദ്ധവൻ്റെ ചില വാക്കുകളാണ് ഈ അധ്യായത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നത്. അത് മനസ്സിലായാലേ ഭഗവാൻ എന്താ പറയണത് എന്ന് നമുക്ക് മനസ്സിലാവും. സുദുശ്ചര എന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞ ഈ യോഗചര്യ
ചരിക്കുവാൻ വളരെയേറെ പ്രയാസമാണ് എന്നാര് പറഞ്ഞു? ഉദ്ധവൻ പറഞ്ഞു. അതിനർത്ഥം ഞാൻ പറഞ്ഞില്ലേ, സിദ്ധാന്തമുണ്ട് പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞു. സിദ്ധാന്തമൊക്കെ ഭഗവാൻ ഗംഭീരമായിട്ട് 28-ാമത്തെ അധ്യായം മുഴുവൻ സിദ്ധാന്തമാണ്. പക്ഷെ ആ സിദ്ധാന്തം മനുഷ്യന് ജീവിതത്തിൽ പ്രയോഗിക്കുവാൻ വളരെ പ്രയാസമാണെന്ന് ആരഭിപ്രായപ്പെട്ടു? ഉദ്ധവൻ അഭിപ്രായപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരു വഴി കൊണ്ട് ഇനി വരാൻ പോകുന്ന കലിയുഗത്തിലുള്ള മനുഷ്യർക്ക് ഭഗവാനെ ഇതത്ര അങ്ങോട്ട് എളുപ്പമായിരിക്കില്ല. യഥാ അഞ്ജസ പുമാൻ സിദ്ധിയത്. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യണം? അഞ്ജസ. അഞ്ജസ പറഞ്ഞാൽ എളുപ്പത്തിൽ എന്നർത്ഥം. എപ്രകാരമാണോ എളുപ്പത്തിൽ മനുഷ്യർക്ക് സിദ്ധി നേടാൻ കഴിയുന്നത് അതെനിക്ക് അച്യുത അവിടുന്ന് പറഞ്ഞു തരണം. പ്രായശ പുണ്ടരീകാക്ഷ യുഞ്ജന്തോ യോഗിനോ മന വിഷീതൻ യസമാധാനാൽ മനോനിഗ്രഹകരിഷിതാഹ. അത് വളരെ ശരിയാണ്. ബുദ്ധവൻ എന്താ പറഞ്ഞതെന്നറിയും? ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമുണ്ട്, അതിൻ്റെ പേരാണ് മനോനിഗ്രഹം. മനുഷ്യജീവിതത്തിൽ ഇത്രയേറെ പ്രയാസമുള്ള ഒരു കാര്യം രണ്ടാമതില്ല. ബുദ്ധവനാണ് പറയണത് തൊട്ട് എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരും കേട്ടോളൂ. ഇത് ലോകത്തിലെ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും ബുദ്ധവൻ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. ഒന്നൊരു വായിച്ചു നോക്കൂ. പ്രായശ പുണ്ടരീകാക്ഷ യുഞ്ജന്തോ യോഗിനോമന വിഷീതൻ യസമാധാനാൽ മനോനിഗ്രഹകരിഷിതാഹ. എന്താ അതിൻ്റെ അർത്ഥം? മനസ്സിനെ നിഗ്രഹിക്കുവാൻ, മനസ്സിനെ അടക്കുവാനാണ് ജീവിതത്തിൽ ഏറ്റവും പ്രയാസം. എഴുതി വെച്ചോളൂ കേട്ടോ. ആര് ചോദിച്ചാലും നിങ്ങൾ പറഞ്ഞോളൂ, മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമേത്? ഉത്തരം അവനവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുക. ഇതിനേക്കാൾ പ്രയാസമുള്ള ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിൽ ആർക്കും ചെയ്യാനില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പ്രായേണ, അത് കണ്ടില്ലേ? പ്രായേണ പറഞ്ഞാൽ എന്താ? ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ എന്തിനാ ശ്രമിക്കേണ്ടത്? എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലാണ്, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിലാണ്. എൻ്റെ മനസ്സ് നിയന്ത്രിക്കാൻ ഞാൻ ശ്രമിക്കണം. ഓരോ മനുഷ്യനും അവനവൻ്റെ മനസ്സ് നിയന്ത്രിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് അടുത്ത ശ്ലോകം എന്തൊരു രസമല്ലേ! എനിക്ക് ചില ശ്ലോകങ്ങളോടൊക്കെ എന്തോ ഒരു പ്രതിപത്തി കൂടുതലാണ്. എന്താണ് ചോദിച്ചാൽ എനിക്കറിയില്ല. ഭാഗവതം വായിക്കുന്നവർക്കൊക്കെ അങ്ങനെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നണതല്ലേ. കുറേ തവണ അങ്ങനെ ഭാഗവതം വായിക്കുമ്പോൾ ചില ശ്ലോകങ്ങളോട് എന്തോ ഒരു എന്താണെന്നറിയില്ല. ഈ ലോകത്തിലും അങ്ങനെ സംഭവിക്കാറില്ലേ? ചില ആൾക്കാരോട് നമുക്ക് എന്തോ ഒരു ഇഷ്ടം, എന്താ ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. അതുപോലെ ഞാനിങ്ങനെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ശ്ലോകമാണ് അടുത്തത്. 3-ാമത്തെ ശ്ലോകം നോക്കൂ. അധാത ആനന്ദദുഃഖം പദാംബുജം ഹംസാ ശയേന്നരവിന്ദലോചന. അരവിന്ദലോചനാന്ന് വിളിക്കുക ആരെ? ഉദ്ധവനെ, ഭഗവാനെ വിളിക്കുക. എന്താ അർത്ഥം? ഭഗവാന്റെ തിരുമുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴൊരു 16 വയസ്സിൻ്റെ പ്രസരിപ്പാണ്. അവതരിക്കുമ്പോൾ ഭഗവാൻ എത്ര സൗന്ദര്യമുണ്ടായിരുന്നുവോ അതിനേക്കാൾ സൗന്ദര്യമുണ്ട് ഇപ്പോൾ ആരെ കാണാൻ? ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുമുഖം കാണാൻ. താമര കണ്ണുകളാണ് അല്ലേ? ആ കണ്ണുകൾ ഇടയ്ക്ക് ഇങ്ങനെ അടയ്ക്കുക തുറക്കുക അല്ലേ? എന്തോ ഭാവനയിൽ കണ്ടു നോക്കി എന്തൊരു ഭംഗിയാ ഭഗവാന്റെ കണ്ണ് കാണാനെന്നറിയോ? അത് നമുക്കറിയാം. കുറേ തവണ ഇങ്ങനെ അടയ്ക്കും തുറക്കും ചെയ്യുമ്പോൾ ഉദ്ധവൻ എവിടേക്കാണ് നോക്കുന്നത്? ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ നീണ്ടിടംപെട്ട ആ കണ്ണുകൾ ഇങ്ങനെ അടയുന്നുണ്ട് തുറക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഭഗവാന്റെ കണ്ണിൻ്റെ പോളകൾ ഇങ്ങനെ അടയ്ക്കുന്നതും തുറക്കുന്നതും ഒക്കെ നോക്കി നിന്ന് ആ കണ്ണിലേക്ക് നോക്കിയിട്ടാണ് ഉദ്ധവൻ എന്ത് വിളിച്ചത്? താമരക്കണ്ണാന്ന് വിളിച്ചു അല്ലേ? എന്നിട്ട് അരവിന്ദലോചന അഥാത ആനന്ദദുഃഖം പദാംബുജം ഹംസാഹ ശ്രയേരൻ. ആനന്ദദുഃഖം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദുഃഖം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറന്നെടുക്കുക എന്നർത്ഥം. പശുവിനൊക്കെ കറന്നെടുക്കാറല്ലേ അല്ലേ? വീട്ടിൽ പശുവുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. എനിക്കത് മനസ്സിലാവും. കാരണം ഞാൻ എത്രയോ തവണ പശുവിനെ നോക്കിയിട്ടുണ്ട്, പശുവിനെ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട്, പശുവിനെയും കൊണ്ട് പറമ്പിൽ കൂടെ ഓടി നടന്നിട്ടുണ്ട്, പുല്ല് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തത് കൊണ്ട് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ഇത് ചെയ്തു നോക്കാത്തവന് മനസ്സിലാവില്ല. പശുവിനെ കുറേ കാലം അങ്ങനെ കൊണ്ടു നടന്ന ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. പുസ്തകം വായിച്ചാൽ മനസ്സിലാവില്ല.
പശുപരിപാലനമൊക്കെ പുസ്തകത്തിൽ വായിച്ച് പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ കുറേ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കി, ഒന്നും മനസ്സിലാവില്ല. ഒരു മനുഷ്യന് ഇത് മനസ്സിലാവണമെങ്കിൽ അവൻ പശുക്കളെ പരിപാലിച്ച് എല്ലാ കാര്യങ്ങളും അനുഭവിക്കണം, വേണ്ടേ? അങ്ങനെ അനുഭവിച്ചാലേ ഇതെന്താണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഭാഗവതത്തിൽ പല ശ്ലോകവും അങ്ങനെയാണ്, അനുഭവിച്ചാലേ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ പറ്റും. ആനന്ദദുഃഖം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ കറന്നിങ്ങനെ എടുക്കാത്രേ, അല്ലേ? പശുവിൻ്റെ അകിടിൻ്റെ താഴ്ത്തു പോയാൽ എന്താ കറന്നെടുക്കുക? ഞാൻ കറന്നെടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണത്. അത് എളുപ്പമൊന്നുമല്ല. പശുവിനെ കറക്കുക എന്ന് പറഞ്ഞാൽ അതിന് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടല്ലേ. അപ്പോൾ ആദ്യം എന്താ ചെയ്യുക? പശുവിനെ കറക്കാൻ പോകുന്നയാൾ ഒരു വലിയൊരു പാത്രത്തിൽ വെള്ളം കൊണ്ടുപോകും. എന്നിട്ട് എന്ത് ചെയ്യും? അകിട് നന്നായിട്ട് കഴുകും. അവിടെ എന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ടേ? നല്ലതുപോലെ അകിടൊക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ ഒന്നുകൂടി വൃത്തിയാക്കും. കാരണം ആ മാലിന്യം ചിലപ്പോൾ നമ്മുടെ കൈയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ശ്രദ്ധിച്ച് കേൾക്കണേ, വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. പിന്നെ നമ്മൾ ആ പാല് കറന്നെടുക്കാനുള്ള പാത്രമെടുത്ത് അതിടത്തെ കയ്യിൽ പിടിക്കും. എന്നിട്ട് വലത് കൈ കൊണ്ട് ഇങ്ങനെ ആ പശുവിനെ ഇങ്ങനെ കറക്കുമ്പോൾ ആ ശുദ്ധമായ പാല് പാത്രത്തിലേക്ക് നമുക്ക് ശേഖരിക്കാം. ഇത് നമുക്കെല്ലാവർക്കും അറിയാം, ഇത് ലൗകികമായ കാര്യമാണ്. അപ്പോൾ എത്രയാണോ ആ പശു പാല് തരുന്നത് അത്രയും പാല് നമുക്ക് എന്ത് ചെയ്യാം? കറന്നെടുക്കാം. ഇവിടെ ഉദ്ധവൻ ഈ പശുവിനെ കറക്കുന്നതിനെ പറ്റി അല്ല പറയുന്നത്. ഇതുപോലെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കറന്നെടുക്കാൻ പറ്റിയ ഒരു സാധനത്തിൻ്റെ പേരാണ് ആനന്ദം. അത് മനസ്സിലായില്ല അല്ലേ? അന്ന് അങ്ങനെ ഒരു സംഗതി. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏത് മനുഷ്യനും ജീവിതത്തിൽ ഇഷ്ടം പോലെ ആനന്ദം കറന്നെടുക്കാം എന്ന് പറഞ്ഞത് ഉദ്ധവനാണ്. ഞാൻ ശ്ലോകം വായിച്ചു നോക്കൂ. അഥാത ആനന്ദദുഃഖം പദാംബുജം ഹംസാ ശ്രയേരന്നരവിന്ദലോചന. എവിടെ നിന്ന് ആനന്ദം കറന്നെടുക്കാൻ പറ്റുക? ആനന്ദം കറന്നെടുക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഭഗവാന്റെ തൃപ്പാദങ്ങൾ. മനസ്സിലാവണില്ല അല്ലേ? അലൗകികമാണ് ഭാഗവതമെന്ന് എപ്പോഴും ഓർമ്മിക്കുക. നമ്മളൊക്കെ ലൗകികന്മാരാണ്. എന്താ ലൗകികൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മളൊക്കെ. അപ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ ചിന്തകൾ എല്ലാം എന്തായിരിക്കും? പ്രായേണ മിക്കവാറും ലൗകികമായിരിക്കും. ഭാഗവതത്തിൽ ഒരു ശ്ലോകത്തിൽ പോലും ലൗകികമായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ എഴുതി വയ്ക്കണേ. ഭാഗവതത്തിൽ അങ്ങനെ എഴുതി വെച്ചോളൂ. ഭാഗവതത്തിൽ ഞാൻ ചിലപ്പോൾ നോട്ട് കൊടുക്കും. കണക്കൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് നോട്ട് കൊടുക്കുന്നത് പോലെ നല്ല നോട്ട് കൊടുക്കണ്ടേ കുട്ടികൾ? ആ നോട്ട് മാത്രം പഠിച്ചാൽ മതി. പരീക്ഷയിൽ കുട്ടിക്ക് കണക്കിൽ 100ൽ 100 മാർക്കായിരിക്കും. കുട്ടി വേറെ ഒന്നും പഠിക്കേണ്ട. വീട്ടിൽ പോയ കുട്ടിക്ക് ഒരു പണിയില്ല. ഇതുപോലെ ഭാഗവതം നിങ്ങൾക്ക് പഠിക്കാം, എഴുതിക്കോളൂ. എന്താ ഇപ്പോൾ എഴുതി വെച്ചതൊന്നും എഴുതിയില്ലേ? ചെല്ലൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞത് ഭാഗവതത്തിലെ 1ാമത്തെ ശ്ലോകം മുതൽ അവസാനത്തെ ശ്ലോകം വരെ എല്ലാ ശ്ലോകങ്ങളും അലൗകികമാണ്. എന്ന് പറഞ്ഞാൽ ലൗകികമായ ഒരു കാര്യവും എവിടെ പറഞ്ഞിട്ടില്ല. ഈ ഭാഗവതമെന്ന മഹാപുരാണത്തിൽ പറഞ്ഞിട്ടേയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഭാഗവതം വായിച്ചാലും വ്യാഖ്യാനം നോക്കിയാലും മനസ്സിലാവാത്തത്. ഇത് പൂർണ്ണമായും അലൗകികമാണ്. അപ്പോൾ ഭഗവാനോട് ഉദ്ധവൻ പറയുകയാണ് ആനന്ദദുഃഖം. ആനന്ദം ഇങ്ങനെ കറന്നെടുക്കാം. നിങ്ങൾക്ക് എത്ര ആനന്ദം വേണോ അത്രയും ആനന്ദം കറന്നെടുക്കാം. ഇത് എവിടുന്നാണ് കറന്നെടുക്കുക? മനസ്സിലാവുന്നുണ്ടോ? ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏത് മനുഷ്യനും വേണമെങ്കിൽ ആനന്ദം കറന്നെടുക്കാം. അപ്പം നിങ്ങൾക്ക് സംശയമുണ്ട്, ഈ ആനന്ദം തന്നെ കറന്നെടുത്തപ്പോൾ എന്താ ചെയ്യുക? പാല് കറന്നെടുത്താൽ എന്താ ചെയ്യുക എന്ന് ലൗകികന്മാർക്കറിയാം. പക്ഷേ ആനന്ദം കറന്നെടുത്തിട്ട് ഇപ്പം എന്താ ചെയ്യുകയെന്ന് അലൗകികമായ കാര്യം സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. വാസ്തവത്തിൽ വേദങ്ങളും ഉപനിഷത്തൊക്കെ പറയും നമ്മളെല്ലാവരും ആനന്ദസ്വരൂപികളാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. സപ്താഹമാണതിൻ്റെ സമർപ്പണ ദിവസമായതുകൊണ്ട് ധാരാളം ഭക്തന്മാർ വന്നും പോയും ഒക്കെ ഇരിക്കും. ഇവിടെ ഇരിക്കുന്ന ശ്രോതാക്കൾ അവരെ തീരെ ശ്രദ്ധിക്കരുത്, കണ്ണുകൾ അങ്ങോട്ട് ചലിക്കരുത്. അതൊക്കെ സംഭവിക്കുന്നാലും നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിക്കുക. ഇവിടെ പറയണ മാത്രം ചെവി കൊണ്ട് കേട്ടാൽ മതി. കണ്ണുകൊണ്ട് വ്യാപാരങ്ങളൊന്നും വേണ്ടേ വേണ്ട. എന്നാലും കണ്ണങ്ങോട്ട് കിടക്കും നോക്കും. അതാ പറഞ്ഞത്, നിയന്ത്രിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ശരി, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം.
അപ്പോൾ ഭഗവാനോട് ഉദ്ധവൻ പറയുകയാണ്, ആനന്ദം ഇഷ്ടം പോലെ ഭഗവാന്റെ മാർഗത്തിൽ നിന്ന് കടന്നെടുത്താൽ ഈ ആനന്ദം എന്താണെന്ന് അനുഭവിക്കാൻ പറ്റും. അപ്പം നമുക്കെല്ലാവർക്കും ആനന്ദം അനുഭവിക്കുക. ആനന്ദം എന്ന് പറഞ്ഞാൽ സുഖവും ഇല്ല ദുഃഖവും ഇല്ലാത്തൊരവസ്ഥയാണ് ജീവിതത്തിൽ. സുഖവും ഉണ്ടാവില്ല, ദുഃഖവും ഉണ്ടാവില്ല. ദുഃഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാലോ മനസ്സിലാവില്ല അല്ലേ. എന്നാൽ പിന്നെ വേണ്ട തിരുമേനി ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയണ്ട. കാരണം ഇത് മനസ്സിലായാൽ ദുഃഖം ഉണ്ടാവില്ല, സുഖമുണ്ട്. ദുഃഖം ഉണ്ടാവില്ല പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എൻ്റെ പിന്നാലെ വരും. പക്ഷേ സുഖവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് ഓടി വന്നവരോ ഒക്കെ പിന്നെ തിരിച്ചു പോവുകയും ചെയ്യും. ആ സുഖം ഉണ്ടാവില്ല എന്നാൽ പിന്നെ വേണ്ട. അങ്ങനെയല്ല. ആ രണ്ട് പദങ്ങളിലും പൊതുവായൊരു അക്ഷരം ഏതാ? ദുഃഖം, സുഖം. പൊതുവായ അക്ഷരം ഏതാ? ഘം എന്നാണ്. ഘ എന്നല്ല, ഘം എന്നാണ്. സുഖം. ദുഃഖം എങ്ങനെയാണ് എഴുതിയത് ഓർമ്മയുണ്ടോ? പണ്ട് ദൂന്ന് എഴുതി 2 കുത്തിടും. ദൂന്ന് എഴുതി കഴിഞ്ഞ് 2 കുത്തിട്ടിട്ടേ എന്തെഴുതുള്ളൂ? ഘം എന്ന് എഴുതുള്ളൂ. പക്ഷേ സു കഴിഞ്ഞിട്ട് അത് വേണ്ടല്ലോ. വേണ്ട, അത് വേണ്ട അല്ലേ. ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പം മനുഷ്യ ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും 2 അനുഭവങ്ങളുണ്ട്. ഒന്നുകിൽ സുഖം, അല്ലെങ്കിൽ ദുഃഖം. അങ്ങനെയാ പറയാം, ദുഃഖം എന്ന് പറയണം. ഇതിൽ രണ്ടിലും പൊതുവായ അക്ഷരമാണ് ഇത് ഖം. എന്താ ഈ ഖം എന്ന് പറഞ്ഞാൽ? ഇന്ദ്രിയങ്ങളാണ്. മനുഷ്യൻ്റെ 11 ഇന്ദ്രിയങ്ങൾക്ക് പറയുന്ന പേരാണ് ഖം. ഇന്ദ്രിയങ്ങൾ നല്ലൊരു അവസ്ഥയിലാണെങ്കിൽ സുഖം എന്ന് പറയും. ഇന്ദ്രിയങ്ങൾ ഇത്തിരി ഒരു വിഷമമുള്ള അവസ്ഥയിലാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ദുഃഖം. വാസ്തവത്തിൽ ഈ ഇന്ദ്രിയങ്ങൾ തരുന്ന ഒരു തരത്തിലുള്ള അറിവും ശരിയല്ല. ശ്രദ്ധിച്ചു കേട്ടോളെ, ഏകാദശമാണ്. ഇന്ദ്രിയങ്ങൾ വഴി മനുഷ്യന് കിട്ടുന്ന അറിവുകളൊന്നും തന്നെ എന്തല്ല, ശരിയല്ല, തെറ്റാണ്. കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി, മനസ്സ്, നിങ്ങളുടെ ബുദ്ധി, ഇതെല്ലാം നിങ്ങൾക്ക് തരുന്ന എല്ലാ അറിവുകളും വാസ്തവത്തിൽ ശരിയായ അറിവുകളല്ല. ഈശ്വര, എന്തൊരു ചിന്തയാണല്ലോ! ഭാഗവതത്തിൻ്റെ ഗംഭീരമായ ചിന്തയാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടു. എല്ലാവരും കേൾക്കണം. ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും കേൾക്കേണ്ടതാണ് ഭാഗവതം. ഞാൻ മെല്ലെ മെല്ലെ പറയാം, നല്ലോണം മനസ്സിലാവും. എനിക്ക് നല്ലോണം മനസ്സിലായി, പിന്നെ ഇതങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാണ്ടിരിക്കുക. നല്ലപോലെ മനസ്സിലായ ഒരാൾക്കല്ലേ ഒരു കാര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എനിക്കത് മനസ്സിലായി, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്ങനെ വേണേ അത് പറഞ്ഞുതരാം. 1000 വഴികളിൽ കൂടെ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. കാരണം എനിക്കത് മനസ്സിലായി. കാരണം ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? ഇന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി. എല്ലാവരും അറിവ് നേടുന്നത് ഈ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടല്ലേ. ഈ 5 ഇന്ദ്രിയങ്ങൾ നമുക്ക് തരുന്ന അറിവൊന്നും യഥാർത്ഥമല്ല, നമ്മളെ പറ്റിക്കുകയാണ് എന്നർത്ഥം. ആര്? മനുഷ്യനെ പറ്റിക്കുകയാണ്. കണ്ണുകൊണ്ട് കാണുന്നതൊന്നും സത്യമല്ല. എല്ലാം എഴുതി വെച്ചോളൂ. കണ്ണുകൊണ്ട് കാണുന്നതൊന്നും സത്യമല്ല, ചെവി കൊണ്ട് കേൾക്കുന്നതൊന്നും സത്യമല്ല, മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നതും സത്യമല്ല, ബുദ്ധി കൊണ്ട് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതൊന്നും വാസ്തവത്തിൽ സത്യമല്ല. അപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ എന്താ? സത്യത്തെ നിങ്ങൾക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ടോ നിങ്ങളുടെ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. കാരണം സത്യം എവിടെയാണ്? ഉദ്ധവൻ പറയുകയാണ്. ഇതൊക്കെ ഉദ്ധവനാ പറയണത്. ഉദ്ധവൻ പറയുന്ന ഈ സത്യം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും അപ്പുറത്തേക്ക് സഞ്ചരിച്ചാൽ സാക്ഷാത്കരിക്കാൻ കഴിയുന്നതാണ്. അതിനെയാണോട് ആനന്ദം എന്ന് പറഞ്ഞത്. അപ്പോൾ ഭഗവാന്റെ പാദം എപ്പോഴും സേവിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആനന്ദം കിട്ടും. എത്ര വേണമെങ്കിൽ കിട്ടും. കറന്നെടുക്കാവുന്ന പശുവിനങ്ങനെ കറന്നെടുക്കുന്നത് കണ്ടില്ലേ? നല്ല കറവക്കാരനെ കണ്ടില്ലേ? നല്ല കറവക്കാരെന്ത് ചെയ്യും? ആ പശുവിൻ്റെ അകിടിൻ്റെ അവിടെ ചെന്ന് ചില ആൾക്കാർ കാണാം ഒരു കൈ കൊണ്ടല്ല, ഞാൻ നേരത്തെ ഒരു കൈ കൊണ്ട് കറക്കണ കാര്യമാണ് പറഞ്ഞതല്ലേ. നല്ല കറവക്കാർ ധാരാളം പാല് തരുന്ന പശുവാണെങ്കിൽ വലിയൊരു പാത്രം താഴെ വെച്ച് 2 കൈ കൊണ്ടും എത്ര വേഗത്തിലാണ് അവർ പാല് കറന്നെടുക്കുക അല്ലേ. ഇതുപോലെ ഭക്തന്മാർ എന്ത് ചെയ്യുന്നു? ഭക്തന്മാർ വേറെ യാതൊരു കർമ്മവും ചെയ്യാറില്ല. അവർ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ
ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഭക്തന്മാരെപ്പോഴും നാവുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുന്നു, മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിക്കുന്നു, ബുദ്ധി കൊണ്ട് ഭഗവാന്റെ ലീലകൾ ആലോചിക്കുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഈശ്വരൻ്റെ പൂജ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഈ ഭക്തന്മാരാണ് ഭഗവാന്റെ പാദത്തിൽ സ്ഥിരമായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഭക്തന്മാരെവിടെ താമസിക്കുന്നു? ഭഗവാന്റെ പാദത്തിലാണ് അവരുടെ സ്ഥിരതാമസം. ആ ഭഗവാന്റെ പാദത്തിൽ നിങ്ങൾ സ്ഥിരമായിട്ട് താമസിച്ചാൽ ഉദ്ധവൻ പറയുന്നു, ഇഷ്ടം പോലെ ആനന്ദം കടന്നെടുക്കാം. സുഖം ന വിശ്വേശ്വര യോഗകർമ്മഭി ത്വന്മായയാമി വിഹത ന മാനിന കിം ചിത്രമച്യുത. ഉദ്ധവൻ ചോദിക്കും, ഇതിൽ എന്താ ഇപ്പോൾ ഒരു അത്ഭുതമുള്ളത് എന്നല്ലേ? ഈ ഒരു പറഞ്ഞ ആശയത്തിലൊന്നും അത്ഭുതമില്ല. തവേത് അശേഷബന്ധോ. എന്താ ഉദ്ധവൻ ഭഗവാനെ വിളിച്ചത്? ശ്രദ്ധിക്കൂ, അശേഷബന്ധു എന്ന് വിളിക്കുകയാണ്. എന്താ അർത്ഥം? ഈ ലോകത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളുടെയും ഒരേ ഒരു ബന്ധുവാണ് ഭഗവാൻ. ഞാൻ നിങ്ങളോട് ലൗകികമായ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരമൊന്നും പറയണ്ട. ഞാൻ നിങ്ങളിൽ നിന്ന് ഉത്തരം പ്രതീക്ഷിക്കുന്നില്ല, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കുമ്പോൾ ആരും ഉത്തരം ഇങ്ങോട്ട് വിളിച്ച് പറയരുത്, കാരണം എനിക്ക് ഉത്തരം വേണ്ട. നമ്മളോട് പലപ്പോഴും ആൾക്കാർ ചോദിക്കും, ആരൊക്കെയാ ബന്ധുക്കൾ? ഇപ്പോൾ ബന്ധുക്കൾ പറഞ്ഞാൽ ഉടനെ നമ്മൾ ആരുടെയൊക്കെ പേരെഴുതും? അമ്മായി, അമ്മാവൻ, ഓപ്പോള്, മുത്തശ്ശൻ, മുത്തശ്ശി, അമ്മ, അച്ഛൻ, അനിയൻ, അനിയത്തി, ഓപ്പോള്, ഓപ്പ ഒക്കെ എഴുതി വയ്ക്കും അല്ലേ? ആ ബന്ധുക്കളുടെ ലിസ്റ്റിൽ എപ്പോഴെങ്കിലും ഭഗവാൻ എഴുതി വെച്ചിട്ടുണ്ടോ? ഒരിക്കലും എഴുതി വെച്ചിട്ടുണ്ടാവില്ല. വിവാഹ സമയത്ത് ബന്ധുക്കളെയൊക്കെ വിളിക്കണം തീരുമാനിക്കുമ്പോൾ വിവാഹത്തിന് ആരെങ്കിലും ഭഗവാനെ പോയിട്ട് ക്ഷണിച്ചിട്ട് കത്ത് കൊടുക്കാറുണ്ടോ? ഒട്ടൂന്ന് എഴുതുക. ഒട്ടൂന്ന് എഴുതിയിട്ട് ഭഗവാന്റെ പേര് ഒക്കെ എഴുതിയിട്ട് ഒന്നാമത്തെ കത്ത് ഭഗവാന് കൊടുത്ത് ഭഗവാനെ വിളിക്കണ്ടേ? കാരണം നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു ആരാ? ഭഗവാനാണല്ലോ. ഇത് മറന്നുപോയി. അപ്പം ഇനി മറക്കാത്തവരൊക്കെ ഇത് ഓർമ്മിക്കുക. നിങ്ങൾ വിളിക്കുമ്പോൾ, എന്തൊരു പരിപാടി വീട്ടിൽ വെച്ച് നടക്കുമ്പോഴും നിങ്ങൾ ആദ്യം വിളിക്കേണ്ടത് അശേഷബന്ധുവായ ഭഗവാനെയാണ്. മറന്നു പോകരുത്. ബന്ധുവിനെയും കൊണ്ട് എവിടേക്കെങ്കിലുമൊക്കെ പോകണമെന്ന് വിചാരിക്കില്ലേ? ഇന്നത്തെ കാലത്ത് ആൾക്കാരൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. കാശ്മീരിലേക്ക്, വൃന്ദാവനത്തിൽ, ദ്വാരകയിൽ പല സ്ഥലത്തും പോവില്ലേ? അപ്പോഴൊക്കെ ബന്ധുവിനെയും കൊണ്ട് പോവുമല്ലേ നല്ലത്? അപ്പം നമ്മുടെ ഏറ്റവും നല്ല ബന്ധു ആരാ? മറന്നു പോകരുത്, ആരും മറക്കരുതേ. ഇങ്ങനെയൊക്കെ എനിക്കതിൻ്റെ അർത്ഥം പറയാൻ പറ്റുള്ളൂ. എല്ലാ മനുഷ്യരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ബന്ധു ഭഗവാനാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, മറന്നു പോകരുത്. വായന കഴിഞ്ഞ് ഞാൻ ഉച്ച കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. പിന്നെ നിങ്ങൾ മറക്കരുത്. എന്ന് മറക്കരുത്, നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധു ഭഗവാൻ. എഴുതി വെച്ചു, നോട്ടിൽ എഴുതി വെച്ചു. കുറേ നോട്ട് എഴുതണമല്ലേ, അതൊക്കെ ഇവിടെ എഴുതി വെച്ചാൽ മതി. മനുഷ്യൻ്റെ ഏറ്റവും അടുത്ത ബന്ധു എന്താ ഉത്തരം? ഭഗവാൻ. മറന്നു പോകരുതേ. ഇതെല്ലാവർക്കും ശരിയാണോ? ആണ്. എല്ലാവർക്കും ശരിയാണ്. ഈ ഭൂമിയിലല്ല, ഈ പ്രപഞ്ചത്തിൽ ആരെല്ലാം ജീവിക്കുന്നുണ്ടോ എല്ലാവരുടെയും ബന്ധുവാണ് ഭഗവാൻ. അപ്പോൾ ജീവജാലങ്ങൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധുവാണ് ഭഗവാൻ. ഇനി തിരിച്ചു പറഞ്ഞാൽ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സ്വന്തമായിട്ട് കരുതുന്നു. ഇത്രയേറെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഈശ്വരൻ ഉണ്ടായിട്ട് ഉദ്ധവൻ പറയാണ്, കിം ചിത്രമച്യുത തമൈതദശേഷബന്ധോ ദാസേഷ്വനന്യശരണേഷു യദാത്മസാത്വം യോരോചയൽ സഹമൃഗൈഃ സ്വയമീശ്വരാണാം ശ്രീമൽ കിരീട തടപീഡിത പാദപീഡ. എന്തൊരു ഭക്തിയാ ഉദ്ധവനല്ലേ. ഉദ്ധവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. സംസ്കൃതം കുറേശ്ശെ അറിയുന്നതുകൊണ്ട് ആ ശ്ലോകത്തിൻ്റെ അർത്ഥവും അതിൻ്റെ രസവും അതിൻ്റെ ഭാവാർത്ഥങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുക. പക്ഷെ എല്ലാം നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരണമെങ്കിൽ എത്ര സമയം വേണമല്ലേ? ഇങ്ങനെ പല പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനം ഉദ്ധവൻ പറഞ്ഞു, അവസാന ഭാഗം നോക്കും, 6ാമത്തെ ശ്ലോകം നോക്കും. യോന്തർബഹി തനുഭൃതാം അശുഭം വിധുന്വൻ ആചാര്യ ചൈത്യവഭൂഷ സ്വഗതിം വ്യനക്തി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടി പറഞ്ഞുതരാം.
യഹ അന്തഃ ബഹിഃ തനുഭൃതാം. തനുഭൃത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തനുഭൃത്ത് എന്ന് പറഞ്ഞാൽ തനു എടുത്തവൻ. തനു പറഞ്ഞാൽ ശരീരം. അപ്പോൾ തനുഭൃത്ത് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ശരീരം എടുത്തവൻ. അപ്പോൾ ലോകത്തിൽ ശരീരമുള്ളവരൊക്കെ ആരാണ്? തനുഭൃത്താണ്. മനസ്സിലായില്ലേ? എട്ടുകാലി തനുഭൃത്താണോ? ആണ്. എട്ടുകാലിക്കൊരു ശരീരമുണ്ട് അല്ലേ? തിമിംഗിലം തനുഭൃത്താണോ? അതെ, കാരണം തിമിംഗിലത്തിന് ശരീരമുണ്ട്. ആന തനുഭൃത്താണോ? അതെ, ആനയ്ക്ക് ശരീരമുണ്ട്. മനുഷ്യനും തനുഭൃത്താണ്, കാരണം നമുക്കൊക്കെ ശരീരമുണ്ട്. ഇങ്ങനെ ശരീരമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സംസ്കൃതത്തിൽ ഒരു പദം പറഞ്ഞാൽ മതി. അവ ലോകത്തിലുള്ള വൈവിധ്യമാർന്ന എല്ലാ ജൈവ വൈവിധ്യങ്ങളിലും പെട്ട എല്ലാ ജീവികളെയും സൂചിപ്പിക്കാൻ സംസ്കൃത ഭാഷയിൽ ഒരൊറ്റ പദം വെച്ചാൽ മതി, തനുഭൃത്ത്. എന്തൊരു ഭാഷയാതല്ലേ! അതാണ് ഇതുപോലൊരു ഭാഷ ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തനുഭൃത്തിൻ്റെ അർത്ഥം മനസ്സിലായി. ഇനി വായിച്ചു നോക്കൂ. കിം ചിത്രമ അല്ല യോന്തർബഹിസ്തനുഭൃതാം. തനുഭൃതാം അന്തഃ ബഹിഃ. ശരീരമെടുത്ത എല്ലാ ജീവികളുടെയും അന്തഃ ഉള്ളിൽ, ബഹി പുറത്ത്, ഉള്ളിലും പുറത്തും, അശുഭം വിധുന്നൻ. ആ ജീവിക്ക് ഒരു അശുഭവും ഉണ്ടാവരുത് എന്ന് കരുതി ഭഗവാൻ ആ ജീവിയുടെ ഉള്ളിലും താമസിക്കുന്നു, പുറത്തും താമസിക്കുന്നു. മനസ്സിലായോ? നമ്മളെ പറ്റി ആലോചിച്ചാൽ മതി. ഒരു മനുഷ്യൻ്റെ അഥവാ നമ്മളുടെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കണോ? എന്തിനാത്? നമ്മുടെ ഉള്ളിൽ യാതൊരു അശുഭങ്ങളും ഉണ്ടാവരുത് എന്ന് കരുതി ഭഗവാൻ നമ്മുടെ ഉള്ളിൽ 24 മണിക്കൂർ അവിടെ ഇരിക്കുക, ഉറങ്ങാണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണേ, നമ്മുടെ ഉള്ളിൽ ഭഗവാൻ 24 മണിക്കൂറും ഉറങ്ങാതെ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ശരീരത്തിൽ അശുഭങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ്. അതുപോലെ ഓരോ ശരീരത്തിൻ്റെയും പുറത്തും ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ ഇരിക്കുന്നുണ്ട്, അശുഭങ്ങളൊന്നും പുറമേ നിന്ന് അങ്ങോട്ട് വരാതിരിക്കാൻ. ഇനി ആ ശ്ലോകം വായിച്ചു നോക്കൂ. യോന്തർബഹി തനുഭൃതാമശുഭം വിധുന്നൻ ആചാര്യ ചൈത്യവപുഷ സ്വഗതിം വ്യനക്തി. എന്താ അർത്ഥം? ഭഗവാന് 2 രൂപമുണ്ട്. ഒരു രൂപത്തിൻ്റെ പേര് ആചാര്യൻ, മറ്റതിൻ്റെ പേര് ചൈത്യൻ. ഇതൊന്നും നമ്മൾ ധരിച്ചിട്ടില്ല അല്ലേ? ഭഗവാന് 2 രൂപങ്ങളുണ്ട്. ഒരു രൂപം ആചാര്യൻ, രണ്ടാമത്തെ രൂപം ചൈത്യൻ. ഇതിൽ ചൈത്യനാണ് ഉള്ളിൽ താമസിക്കുന്നത്. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഭഗവാന്റെ പേര് എന്ത്? ചൈത്യൻ. എഴുതി വെച്ചോളൂ. കേട്ടിട്ടേ ഉണ്ടാവില്ല ഇങ്ങനൊരു പേരില്ലേ? ഇങ്ങനൊരു പേര് പലരും കേട്ടിട്ടുണ്ടാവില്ല. മനുഷ്യൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഈശ്വരൻ്റെ പേര് ഉത്തരം ചൈത്യൻ. അപ്പോൾ ഭഗവാൻ ചൈത്യനായിട്ട് അവിടെ ഇരിക്കുന്നു, നമ്മുടെ ഉള്ളിലിരിക്കുന്നു, എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഇവിടെ നിന്ന് ഈ സപ്താഹം കേൾക്കാൻ വന്ന ചിലർക്ക് സംശയം ഉണ്ടാവും, അവരുടെ മനസ്സിലുണ്ടോ എന്നല്ലേ. ഒരു സംശയവും വേണ്ട. നിങ്ങൾ മനുഷ്യനാണോ? നിങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ ചൈത്യൻ എന്നുള്ള പേരിൽ താമസിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാനാണ് ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കാറില്ലേ? ആരാ ദഹിപ്പിക്കുന്നത്? അറിയില്ല അല്ലേ? ഭഗവത്ഗീതയിൽ ഉത്തരം. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ആരാണ് ദഹിപ്പിക്കുന്നത്? ബയോളജിയുടെ ടീച്ചർ പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയല്ല, അത് ഭാഗികമായിട്ടേ ശരിയായിട്ടുള്ളൂ. മനസ്സിലായോ? ബയോളജി ടീച്ചർ ഇതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരും, പക്ഷേ അത് കുറച്ചേ ശരിയുള്ളൂ. കുറച്ചൊക്കെ ശരിയാണ്, പക്ഷെ ബാക്കിയൊന്നും ശരിയല്ല. അത് പൂർണ്ണമായിട്ട് ശരിക്കും പറഞ്ഞത് ഭഗവത്ഗീതയിലും വേദങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ എന്ത് ചെയ്യുന്നു? മനുഷ്യന്മാർ കഴിക്കുന്ന ആഹാരമൊക്കെ ഭഗവാനാണ് ഉള്ളിലിരുന്ന് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് ശരീരത്തിന് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കണ്ടേ? എളുപ്പമല്ല. ഞാൻ വല്ലാതെ വ്യാഖ്യാനിക്കേണ്ടല്ലോ, വേണ്ട. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് എപ്പോൾ വന്നാലും ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അടുത്ത് ആരെങ്കിലും ഭാഗവതത്തിലെ സംശയങ്ങളോ ബോഡി വരുമ്പോൾ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ എന്തൊരു ഇഷ്ടമാണെന്നറിയോ? ഇത് വ്യാഖ്യാനിക്കാൻ എന്ന സമയം അതിക്രമിക്കും എന്നതുകൊണ്ട് അവിടെ നിർത്തുകയാണ്. അപ്പോൾ ഉള്ളിൽ ഭഗവാൻ ചൈത്യനായിട്ടിരിക്കുന്നു, പുറമേ ഭഗവാൻ ആചാര്യനായിട്ടിരിക്കുന്നു. ഉദ്ധവൻ്റെ കഥ എന്താ? ഉദ്ധവൻ്റെ മുന്നിൽ സാക്ഷാൽ ഭഗവാൻ തൻ്റെ മുന്നിൽ ഇങ്ങനെ ആചാര്യനായിട്ട് നിൽക്കുകയാണ്. ആ ഭഗവാന്റെ പദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അപ്പോൾ ശ്രീ ശിവബ്രഹ്മർഷി അത് വർണ്ണിക്കുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കൂ. ഇത്യുദ്ധമേനാത്യനുരക്തചേതസ പൃഷ്ടോ ജഗൽ ക്രീഡനകസ്വശക്തിഭി
ഗൃഹീതമൂർത്തിത്രയ ഈശ്വരേശ്വരോ ജഗാദ സപ്രേമ മനോഹരസ്മിത. വളരെ പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ മറുപടി പറയുന്നു, ഉദ്ധവ, ഞാൻ കലിയുഗത്തിൽ ജീവിക്കുന്നവർക്ക് ലളിതമായി ചെയ്യാൻ കഴിയുന്ന ഭാഗവത ധർമ്മങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഇന്ന് പറഞ്ഞാൽ 2025 നമ്മൾ ജീവിക്കുന്നത്. കലിയുഗം മുഴുവനും നമുക്ക് ഏത് മനുഷ്യനും ഏത് തലമുറയിൽപ്പെട്ട മനുഷ്യനും എളുപ്പത്തിൽ ചെയ്യാവുന്ന ധർമ്മങ്ങൾ സാക്ഷാൽ ഭഗവാൻ പറയുന്നു, കേട്ടോളൂ. 9ാമത്തെ ശ്ലോകം നോക്കൂ. കുര്യാത് സർവാണി, ഞാൻ കുറച്ച് വേഗത്തിൽ പറഞ്ഞോട്ടെ. കുര്യാത് സർവാണി കർമാണി മദർത്ഥം ശനകൈഹി സ്മരൻ. എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമാക്കണം. മയ്യർപ്പിത മനശ്ചിത്ത, മനസ്സും ചിത്തവും ഭഗവാനിൽ അർപ്പിക്കണം. മദ്ധർമാത്മ മനോരഥി, പൂർണ്ണമായിട്ടും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. വേഗം പറയുകയാണേ. ദേശാൻ പുണ്യാൻ ആശ്രയേത, പുണ്യസ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യണം. മൽഭക്തൈഹി സാധുഭിഹി ശ്രുതാൻ, കാണുന്നില്ലേ 10ാമത്തെ ശ്ലോകം നോക്കിയാൽ കാണാം. ഭക്തന്മാർ കൂടിയിരിക്കുന്ന സ്ഥലത്ത് പോകണം. പിന്നെ പൃഥക് സത്രേണ വാമഹ്യം പർവയാത്രാ മഹോത്സവാൻ കാറിക ഗീതനൃത്യാദേഹി മഹാരാജ വിഭൂതിഭി. 11ാമത്തെ ശ്ലോകം. അമ്പലങ്ങളിലൊക്കെ വല്ല ഉത്സവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഉത്സവങ്ങളിലൊക്കെ നിങ്ങൾ നന്നായിട്ട് പങ്കെടുക്കണം. ഗീതം, ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഗീതം, പാട്ട് പാടണം. നൃത്തം അറിയുന്നവർ ഭഗവാന്റെ മുന്നിൽ വന്ന്, കലഞ്ഞൂരപ്പൻ്റെ മുന്നിൽ വന്നിട്ട് എന്ത് ചെയ്യണം? ഇതിപ്പോൾ കലഞ്ഞൂർ ക്ഷേത്രമാണ്. ഇവിടെ താമസിക്കുന്നവരൊക്കെ എപ്പോഴെങ്കിലും ഒഴിവുണ്ടാകുമ്പോൾ ഭഗവാന്റെ മുന്നിൽ വന്ന് പാട്ട് പാടണം, നൃത്തം വയ്ക്കണം. അതൊക്കെ നിങ്ങൾ ചെയ്യണം. മാമേവ സർവഭൂതേഷു ബഹിരന്തരഭാവൃതം ഈക്ഷേത് ആത്മനി ശൽമാന യഥാകം അമലാശയ. എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനെ മാത്രം കാണണം. ഇതി സർവാണി ഭൂതാനി മദ്ഭാവേന മഹാദ്യുതേ സഭാജയൻ മന്യമാനോ ജ്ഞാനം കേവലമാശ്രിത. ഇത് നിങ്ങൾ അനുഷ്ഠിച്ചാൽ എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനെ കണ്ടാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ജ്ഞാനമുണ്ടായിത്തീരും. പിന്നെ ബ്രാഹ്മണേ പുൽക്കസേ സ്തേനെ ബ്രഹ്മണ്യേ അർക്കേ സ്ഫുലിംഗകേ അക്രൂരേ ക്രൂരകേ ചെയ്വ സമദർ പണ്ഡിതോ മതഃ. ഒരു നല്ല മനുഷ്യനാവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ബ്രാഹ്മണനിലും പുൽക്കസനിലും സ്തേനനിലും ബ്രഹ്മണ്യനിലും അർക്കനിലും സ്ഫുലിംഗകത്തിലും അക്രൂരനിലും ക്രൂരകനിലും എല്ലാവരെയും നമ്മൾ സമഭാവനയിൽ കാണണം. അത് മനസ്സിലായല്ലോ അല്ലേ? ഒരാളെയും നമ്മൾ വല്ലാതെ പൊക്കിയിട്ടും കാണണ്ട, ഒരാളെയും വല്ലാതെ സമൂഹത്തിൽ താഴ്ത്തിയും കാണാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ജീവിച്ചോളൂ. 1 മുതൽ. എനിക്കറിയില്ല, ഭഗവാൻ പറഞ്ഞതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ചിലപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരു 10 പേരൊക്കെ ഇങ്ങനെ ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനി അതല്ല, കലഞ്ഞൂരുള്ളവരൊക്കെ വളരെ ശ്രദ്ധയോടെ ഞങ്ങളിത് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായി. ഇതിന് 1 രൂപ പോലും ചിലവില്ല. ശ്രദ്ധിക്കുക, ആധ്യാത്മികമായ സാധനങ്ങൾ ചെയ്യുവാൻ 1 രൂപയും ചിലവില്ല. ഒരു സാധനവും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്കൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. അപ്പം എല്ലാവരെയും നമ്മൾ എങ്ങനെ കാണണം? സമഭാവനയിൽ കാണണം. ഇനി നിങ്ങൾക്ക് ശത്രുണ്ടോ? പറയാറില്ലേ, എന്താ ഈശ്വര, എൻ്റെ ജീവിതം ഇങ്ങനെ ആവാൻ കാരണം ചില മനുഷ്യരാണ് എന്ന് പറഞ്ഞ് ചിലരെ ശത്രുക്കളാക്കി വിചാരിക്കാറല്ലേ? ഭഗവാൻ പറയുന്നു, ആ പരിപാടി ഇന്ന് മുതൽ നിർത്തിവെക്കുക. കാരണം നിങ്ങൾക്ക് ശത്രുവില്ല. ആരാ പറഞ്ഞത്? ഭഗവാൻ പറയുകയാണ്. ഭഗവാൻ മനുഷ്യരോട് പറയുന്നു, ഹേ മനുഷ്യ, നിനക്ക് ഈ ലോകത്തിൽ ശത്രു ഇല്ലേ ഇല്ല. മനസ്സിലായോ? ഇനി ആര് ശത്രുവാന്ന് വിചാരിക്കില്ലല്ലോ. ഇനി ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിക്കാൻ പോവോ? ശത്രുവില്ല. ഒരു മനുഷ്യനും എന്തൊരു ഗംഭീരമായ ചിന്തയാണല്ലേ! ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ശത്രു ഇല്ലേ ഇല്ല. അതാണ് ഭാഗവതം ഗംഭീരമാണെന്ന് പറയാൻ കാരണം. നമ്മളെല്ലാവരെയും ഒരേപോലെ കാണുക. ആരെ കണ്ടാലും അങ്ങനെ തൊഴുതൂടെ. അടുത്ത ശ്ലോകം വായിക്കൂ. നരേഷു അഭീക്ഷ്ണം മദ്ഭാവം പുംസോ ഭാവയതഃ അചിരാത്. അങ്ങനെ ഓരോ മനുഷ്യനെ കാണുമ്പോഴും ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയണം. കേൾക്കുന്നുണ്ടോ? ചെയ്തു നോക്കൂ. ഇത് പ്രയോഗമാണ്, സിദ്ധാന്തമല്ല. ഇതുവരെ ഭഗവാൻ പറഞ്ഞതൊക്കെ സിദ്ധാന്തമാണെങ്കിൽ ഈ അധ്യായം പൂർണ്ണമായിട്ടും പ്രയോഗമാണ്. ഏത് മനുഷ്യനെ കണ്ടാലും നമുക്ക് എന്ത് ചെയ്യാം? അയ്യപ്പൂപ്പ, എന്തിനാ തൊഴുന്നത്? എനിക്ക് ഹൃദയമുണ്ട്, ആ ഹൃദയത്തിൽ ഭഗവാനുണ്ട്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യന് ഹൃദയമുണ്ട്, ആ ഹൃദയത്തിൽ ഈശ്വരനുണ്ട്. അപ്പം ഞാൻ ആ ഈശ്വരനെയാണ് തൊഴുതത്.
അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ കണ്ടാൽ ഇങ്ങനെ തൊഴാം, ഒരു വിരോധമില്ല. ഒരു യുവതിക്ക് ഒരു യുവാവിനെ കണ്ടാൽ ശ്രദ്ധിക്കൂ, കൈ ഇങ്ങനെ പിടിച്ച് നമസ്തേ എന്ന് പറയാം. ഇതാർക്കും ആരോടും പറയാം. രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ രാത്രിയോ എപ്പോഴും രണ്ട് മനുഷ്യർക്ക് നമസ്തേ എന്ന് പറയാം. പലരുടെയും വിചാരം നമസ്തേ എന്നുള്ളത് ഒരു വാക്കാണെന്നാണ്. അല്ലേ അല്ല. നമസ്തേ എന്നുള്ള പദം രണ്ട് പദങ്ങളാണ്. അതെങ്ങനെയാണ് രണ്ട് പദം? നമ കൂട്ടണം തേ. ഒന്നുകൂടി പറയാം, നമ കൂട്ടണം തേ. അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എന്താവുന്നത്? നമസ്തേ എന്നാണ്. അപ്പോൾ ആ വിസർഗം ഉണ്ടല്ലോ, നമാത് എന്നുമ്പോൾ രണ്ട് കുത്തുണ്ടാവും. ആ രണ്ട് കുത്തുകൾ എന്താവുന്നു? ആ രണ്ട് കുത്തുകൾ അപ്രത്യക്ഷമായിട്ട് അവിടെ സ് എന്ന് പറയുന്ന ഒരു അക്ഷരം വരും. ഒരു സ് എന്ന് പറയുന്ന ഒരു അക്ഷരം വരുമ്പോൾ നമസ്തേ എന്നാവും. എന്താ അർത്ഥം? നിനക്ക് നമസ്കാരം എന്നർത്ഥം. എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന നിനക്ക് നമസ്കാരം എന്ന് നമുക്ക് ആരോടും പറയാം, എപ്പോഴും പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് വളരെ എളുപ്പമല്ലേ? ഇതിന് എത്ര രൂപ ചിലവുണ്ട്? പറഞ്ഞോളൂ. എന്താ സാധനം വേണ്ടത്? യാതൊരു സാധനം വേണ്ട, ഒരു ചിലവുമില്ല. ആരെ കണ്ടാലും നിങ്ങൾക്ക് നമസ്തേ എന്ന് പറഞ്ഞ് ശീലിക്കുക. മടി കാണിക്കരുത്. ബസ്സിൽ നിന്നോ തീവണ്ടിയിൽ നിന്നോ വഴിയിൽ നിന്നോ കടകളിൽ നിന്നോ ബീച്ചിൽ പോകുമ്പോഴോ നിങ്ങൾ ഈ ഭൂമിയിലോ ഈ പ്രപഞ്ചത്തിലോ എവിടെയാണെങ്കിലും മറന്നു പോകരുത്. നിങ്ങൾ മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ അതാരെങ്കിലും ആയിക്കോട്ടെ, ആരായാലും വിരോധമില്ല, ഒരു ചെറിയ കുഞ്ഞായാലും വിരോധമില്ല, കൈയിങ്ങനെ കൂപ്പി വയ്ക്കുക. ശ്രദ്ധിക്കൂ, കയ്യ് കൂപ്പിയിട്ടത് ഒരു കുഞ്ഞത് അവിടെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് വന്നു. ആ കുഞ്ഞിനെ ഞാൻ കാണുമ്പോൾ ഞാൻ കയ്യിങ്ങനെ വെച്ചിട്ട് ഈ കുഞ്ഞ് ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ കുഞ്ഞിനെ നോക്കിയിട്ട് എന്ത് പറഞ്ഞു? നമസ്തേ എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇത് വേദമാണ്. ഇത് നമ്മൾ ശീലിക്കണം, ചെയ്യാതിരിക്കരുത്. മടി. ഇന്നെല്ലാവർക്കും മടിയാണ്. കുറിയിടാൻ എന്തൊരു മടിയാണ് ആൾക്കാർക്ക്. ചില ആൾക്കാരുണ്ട് അമ്പലത്തിൽ നിന്ന് കുറിയൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാട്ടുകാർ കാണണ്ട വിചാരിച്ച് കുറിയൊക്കെ മാച്ച് പൗഡറൊക്കെ ഇട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇതെന്തൊരു കഷ്ടമാണ്. നമ്മൾ രാവിലെ കുളിച്ച് കുറിയിട്ടാൽ ആ കുറി അവിടെ ഇരുന്നോട്ടെ. പിന്നെ കുറേ കഴിഞ്ഞാൽ വിയർപ്പൊക്കെ വന്നാൽ അതങ്ങ് പോയിക്കോട്ടെ. അത് സ്വാഭാവികമായിട്ട് പോയാൽ മതി. ഇനി മച്ച് കളയരുതേ. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് കുറി രാവിലെ ഇടും, പുറത്തേക്ക് പോകുമ്പോൾ നാട്ടുകാരൊന്നും കാണാൻ പാടില്ല എന്ന് വിചാരിച്ച് മച്ച് കളയും. ഇതെന്തിനാ? അതെന്തിനാ? അത് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അമ്പലത്തിൽ പോകണം. എൻ്റെ ചെവിയിൽ പൂവുണ്ടോ? പോയോ? ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ ഇവിടെ ഒരു പൂവ് വെച്ചിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണടങ്ങനെ വെക്കും, എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വീണ് പോയിണ്ടാവും. അത് സ്വാഭാവികമായിട്ട് പൂവാണെ അങ്ങോട്ട് പോയിക്കോട്ടെ. തലയിൽ പൂവുണ്ടാതെ ഇവിടെ ഇരുന്നോട്ടെ. മനസ്സിലാവുണ്ടോ? ആരെ കണ്ടാലും റെയിൽവേ സ്റ്റേഷനിൽ ഒരാളെ കണ്ടാൽ പേടിക്കണോ? എന്തിനാ? ആരോ ആയിക്കോട്ടെ. നമസ്തേ എന്താ പറയേണ്ടത്? ധൈര്യമായിട്ട് പറഞ്ഞോളൂ, നമസ്തേ. ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? എനിക്ക് ചിലപ്പോൾ കാണും ആരെയോ ഭയപ്പെടുന്നുണ്ടോ? അങ്ങനെയില്ല. എല്ലായിടത്തും നമുക്ക് പറയാം, കയ്യിങ്ങനെ കൂപ്പുക, നമസ്തേ എന്ന് പറയാം. ഇത് ഭാഗവത ധർമ്മമാണ്. ഇത് ലോകത്തിലെ എല്ലാ മനുഷ്യരോടും ചെയ്യാനാണ് ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ഒരേപോലെ ഭഗവാൻ കണ്ടിട്ടുള്ളൂ. അവർ ചെയ്തു നോക്കാം. പിന്നെ പറയുന്നു സ്പർദ്ധാസൂയ തിരസ്കാര. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സെത്രയോ നിർമ്മലമായി തീരും. പിന്നെ ഭഗവാൻ പറയുന്ന രണ്ടാമത്തേത് പ്രണമേൽ ദണ്ഡവൽ ഭൂമൗ. ദണ്ഡവത് പറഞ്ഞാൽ എന്താ? ഇടയ്ക്കിടയ്ക്ക് നമസ്കരിക്കണം എന്നർത്ഥം. രണ്ടാമത്തേത് ഭഗവാൻ പറയുന്നത് നമസ്കരിക്കണം. ആരെയും നമസ്കരിക്കാം. അപ്പം നമ്മളെക്കാൾ ഉയർന്ന കഴിവുള്ളവരൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങളുടെ ശ്രദ്ധ പോകുന്നുണ്ടോ എന്നൊരു സംശയം. എന്താ ചെയ്യേണ്ടത്? നമ്മളെക്കാൾ കഴിവുള്ള മഹാത്മാക്കളെ കാണുമ്പോൾ സംശയിച്ചു നിൽക്കരുത്. പൂന്താനം പറഞ്ഞില്ലേ, സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഒരാളൊരു മഹാനാണെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടാൽ, അല്ലെങ്കിൽ നമുക്ക് അനുഭവം വന്നാൽ സംശയിച്ചു നിൽക്കരുത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ മഹാത്മാവിനെ നമസ്കരിക്കണം. അങ്ങനെ പ്രണമേൽ ദണ്ഡവൽ ഭൂമോ. കുറച്ചു കാലം കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു നമുക്ക് മനസ്സിലാവും എല്ലാവരെയും നമസ്കരിക്കുക. ഞാൻ ചെറിയൊരു കഥ പറഞ്ഞുതരാം, വേഗം മനസ്സിലാവും. ഉത്തരഭാരതത്തിൽ നടന്നൊരു കഥയാണ്. അദ്ദേഹം ഈ ഭാഗവതധർമ്മം ശീലിച്ച ഒരാളായിരുന്നു. നമ്മളെപ്പോലെ ജീവിച്ചൊരു സാധു മനുഷ്യൻ. അദ്ദേഹം ഒരിക്കൽ നടന്നു പോവുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ്. അദ്ദേഹം ശ്രദ്ധിച്ചു കേൾക്കൂ, കഥ കേൾക്കൂ. പുഴവക്കത്തെത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ കയ്യിലുള്ള സഞ്ചി അവിടെ വെച്ചു. ആ സഞ്ചിയിൽ കുറച്ച് റൊട്ടി ഉണ്ടായിരുന്നു. പിന്നെ ആ റൊട്ടിയിൽ പുരട്ടാനുള്ള വെണ്ണയുണ്ടായിരുന്നു.
അദ്ദേഹം ആ പുഴയിൽ ഇറങ്ങി കുളിക്കുകയാണ്. കുളിച്ചിട്ടൊന്ന് തല പൊക്കി നോക്കിയപ്പോൾ ഒരു പട്ടി വന്നിട്ട് ആ സഞ്ചിൻ്റെ ഉള്ളിൽ കൈയിട്ട് റൊട്ടിയും കഴിച്ച് പോണത് കണ്ടു. ഉടനെ അദ്ദേഹം പിന്നാലെ ഓടി, ഭഗവാനേ ഭഗവാനേ. എന്താ വിളിക്കുന്നത്? പട്ടിയെ വിളിക്കുക, ഭഗവാനേ. ഇത് കടിച്ചോണ്ട് ഓടുകയാണ്. എന്നിട്ട് ഇയാൾ സഞ്ചി എടുത്ത് ഇയാൾ തോർത്തിയിട്ട് പോലും ഇല്ല. അദ്ദേഹം മഹാത്മാവാ. അദ്ദേഹം പിന്നാലോടി, ഭഗവാനേ എന്തിനാ വിളിക്കണമെന്നറിയോ? അതിൽ വെണ്ണ പുരട്ടിയിട്ടില്ല, ഞാൻ വെണ്ണ പുരട്ടി തന്നതിന് സ്വാദുണ്ടാവും. ഓടി അദ്ദേഹം പിന്നാൽ. ഇത് കേട്ടാൽ നമ്മളെന്താ വിചാരിക്കുക? എനിക്കറിയില്ല നിങ്ങളെന്താ വിചാരിക്കുക. നിങ്ങൾക്ക് ഭാഗവതം മനസ്സിലാവാഞ്ഞിട്ടാണ്. ഇത് നടന്ന കഥയാണ്. അപ്പം അങ്ങനെ അത് ഭഗവാനായിട്ട് കാണുകയാണ്. എന്നിട്ട് അദ്ദേഹം പിന്നാലെ ഓടിച്ചെന്ന് അവസാനം അടുത്തങ്ങോട്ട് എത്തിയപ്പോഴേ സാക്ഷാൽ ഭഗവാൻ ആ പുഴയുടെ തീരത്ത് പ്രത്യക്ഷപ്പെട്ടു. എന്തൊരു സന്തോഷമായിരിക്കുമല്ലേ? ഭഗവാനേ എന്ന് ഭഗവാൻ വേഷം മാറി വന്നതാണ്. ഇയാൾക്ക് എത്രത്തോളം ഭക്തിഭാവം വന്നിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി ഭഗവാൻ വേഷം മാറി വന്നതാണ്. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാൻ ഞാൻ പറയണ്ടല്ലോ അല്ലേ? അത് പറയണ്ട, അതറിയാം. അപ്പോൾ എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഞാൻ പറയണ്ടല്ലോ, ആ റൊട്ടിയിൽ നല്ലതുപോലെ ആ വെണ്ണ തേച്ച് ഭഗവാന് കൊടുത്തപ്പോൾ ഭഗവാൻ സ്വാദോടെ കഴിച്ചിട്ട് പറഞ്ഞു, ആ പറഞ്ഞ വാക്ക് മറന്നു പോകണ്ട, തുഷ്ടോഹം. എന്താ ഭഗവാൻ പറഞ്ഞത്? ഇത്രയും കാലത്തെ നിൻ്റെ ഈ സാധന ഭക്തി കൊണ്ട് തുഷ്ടോഹം. ഇതിൻ്റെ കണ്ണ് നിറഞ്ഞു. നേരത്തെ അദ്ദേഹം ഭഗവാനേന്ന് വിളിച്ചു വന്നു. ഇപ്പം ശരിക്കുള്ള ഭഗവാനെ കണ്ടപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഇത് നടന്ന കഥയാണ്, മറന്നു പോകണ്ട. നമ്മൾക്ക് ഈ ഭാവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം എളുപ്പമായിരിക്കും. ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവസാനം ശ്രീ ശുകബ്രഹ്മർഷി പറയുകയാണ്, ബദ്ധാഞ്ജലി. ഇപ്പം എല്ലാ ഉപദേശങ്ങളും പൂർത്തിയായി. ഉപദേശങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഉദ്ധവൻ വീണ്ടും എന്ത് ചെയ്തു? കയ്യങ്ങനെ തൊഴുതുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച ഒരു മന്ത്രം ഭാഗവതത്തിലുണ്ട്. നമുക്ക് ആ മന്ത്രം ചൊല്ലി ഭഗവാനെ ഒന്ന് നമസ്കരിച്ചാലോ? എൻ്റെ കൂടെ നമസ്കരിച്ചൂടെ? ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ആ ഭഗവാനെ ഈ മന്ത്രം കൊണ്ട് നമസ്കരിക്കാം. ഇനി ഞാൻ പറയുന്ന ഈ മന്ത്രം നിങ്ങളാദ്യം പഠിക്കുക. നിങ്ങൾ പഠിച്ചിട്ട് ദിവസേന ഭഗവാനെ നമസ്കരിക്കുക. വീട്ടിൽ നിന്നോ എവിടെ നിന്ന് വേണേൽ നിങ്ങൾക്ക് നമസ്കരിക്കാം. അതിൻ്റെ സ്ഥലം എന്നൊന്നുമില്ല, സ്ഥലമുണ്ടാവണമെന്ന് മാത്രം. നമസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞുതരാം. അധികം ആൾക്കാരില്ലാത്ത സ്ഥലത്തെ നമസ്കരിക്കാവൂ. ആൾക്കൂട്ടത്തിൽ പോയി നമസ്കരിക്കരുത്. എന്താ സംഭവിക്കുക? ആൾക്കാർ ചവിട്ടിപ്പോവും. ആൾക്കൂട്ടത്തിൽ നിങ്ങൾ നമസ്കരിച്ചാൽ നിങ്ങൾ നിലത്തായിരിക്കുമല്ലോ, അപ്പോൾ ആ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെ ചവിട്ടിപ്പോവും. നമസ്കരിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആൾക്കാർ തിങ്ങിക്കൂടി നിൽക്കുന്ന സ്ഥലത്ത് ഒരിക്കലും നിങ്ങൾ നമസ്കരിക്കരുത്. ഈ ചവിട്ട് കൊണ്ടാളേക്കാളും വിഷമമായിരിക്കും ആ ചവിട്ടിപ്പോയ ആൾക്ക്, അല്ലേ? മനസ്സിലായോ? അതുകൊണ്ട് ആൾക്കൂട്ടത്തിൽ ഒരിക്കലും നമസ്കരിക്കാൻ മുതിരരുത്. ഒഴിഞ്ഞ സ്ഥലത്ത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ വേദി ഇവിടെ ഒഴിഞ്ഞ സ്ഥലം, അവിടെ ആരുമില്ല. ഇവിടെ ഞങ്ങൾ 3 ആളേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പരസ്പരം നോക്കിയിട്ട് ഒരാൾ നമ്മളെ ചാടിക്കടക്കുന്നു കണ്ടാൽ ചില ആൾക്കാരുടെ പിന്നിക്കൂടെയൊക്കെ പോയി നമസ്കരിച്ചാളും. വളരെ ശ്രദ്ധിക്കണം നമസ്കരിക്കുമ്പോൾ. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആരും നമ്മളെ ചവിട്ടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്തെ നമ്മൾ എന്ത് ചെയ്യാവൂ? നമസ്കരിക്കുക. അമ്പലത്തിൻ്റെ ഏത് ഭാഗത്ത് അതിനുള്ള പ്രദക്ഷിണ വഴിയൊക്കെ ഉണ്ടല്ലേ അമ്പലത്തിൽ? ആ പ്രദക്ഷിണ വഴി പലപ്പോഴും ശൂന്യമായിരിക്കും. അപ്പോൾ ആ പ്രദക്ഷിണ വഴിയുടെ പുറത്ത് എവിടെ വേണമെങ്കിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അകത്തേക്ക് നോക്കി ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കാം. ഗുരുവായൂരമ്പലത്തിലൊക്കെ കണ്ടില്ലേ ആൾക്കാർ ആ ശ്രീകോവിലിൻ്റെ പിന്നിന്ന് നമസ്കരിക്കണ കണ്ടിട്ടുണ്ടോ? പോയവർ കണ്ടിട്ടുണ്ടാവും. അവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. അവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഏതമ്പലത്തിലും നിങ്ങൾക്ക് ആ പ്രദക്ഷിണ വഴിയിൽ പോയിട്ട് എന്ത് ചെയ്യാം? അകത്തേക്ക് നോക്കി ഭഗവാനെ നമസ്കരിക്കാം. മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ വശങ്ങളിൽ നിന്നോ മറന്നു പോകണ്ട. ഈ നട്ടുച്ചയ്ക്കൊന്നും നമസ്കരിക്കേണ്ട കേട്ടോ. വിരോധമൊന്നുമില്ല. ചിലപ്പോൾ ആ കല്ല് കരിങ്കല്ല് ചൂടായിരിക്കും. പക്ഷേ രാവിലെയും വൈകുന്നേരം നല്ല സുഖമാണ്. അപ്പം എന്ത് ചെയ്യാം? നമസ്കരിക്കാം. അത് ചെയ്യാലോ, അല്ലേ? ഉദ്ധവൻ നമസ്കരിച്ച മന്ത്രം കേട്ട് എല്ലാവരും കൈകൂപ്പി തൊഴുത്ത് നമസ്കരിച്ചോളൂ. എല്ലാവരും ഈ മന്ത്രം ചൊല്ലുക, നമസ്കരിക്കുക. ആരെ നമസ്കരിക്കുക? ഭഗവാൻ. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണാംഭോജേ ഹൃദിസ്യാദനപായിനി
ഒന്നുകൂടി കണ്ണടച്ച് തൊഴുത് കണ്ണ് തുറന്നിരിക്കല്ലോ, കണ്ണടച്ചിരിക്കൂ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുക. ഒന്നുകൂടി എല്ലാവരും കൈകൂപ്പി തൊഴണേ. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണാംഭോജേ രചിസ്യാദനവായിനി. ഒരു തവണയും കൂടി കണ്ണടച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണാംഭോജേ രചിസ്യാദനവായിനി. ഇനി വല്ല കണ്ണ് തുറന്നോളൂ. നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ചാൽ മതി. കാരണം നമുക്ക് ശരീരം കൊണ്ട് നമസ്കരിക്കാൻ ഇവിടെ പ്രായോഗികമായിട്ട് പറ്റില്ല. ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് പ്രായോഗികമാണോ എന്ന് നോക്കിയിട്ടേ ചെയ്യാവൂ. ഇപ്പം നമുക്കെല്ലാവർക്കും ശരീരം കൊണ്ട് നമസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് മനസ്സുകൊണ്ട് നമസ്കരിക്കാം. അങ്ങനെ ഉദ്ധവനെ ഭഗവാൻ എവിടേക്ക് പറഞ്ഞയച്ചു? നേരെ ബദരി എന്ന് പറയുന്ന ആശ്രമത്തിലേക്ക് പറഞ്ഞയച്ചു. ഭാരതത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഹിമാലയമാണെന്ന് അറിയാലോ അല്ലേ? ഏറ്റവും ആധ്യാത്മികമായ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും പവിത്രമായ ഭാരതത്തിലെ പ്രദേശമാണ് ഹിമാലയം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങൾ ഹിമാലയത്തിലൊന്ന് പോകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ ഹിമാലയത്തിലേക്കാണ് ആര് പോയത്? ഉദ്ധവനെ ഭഗവാൻ പറഞ്ഞയച്ചത്. ഭഗവാന്റെ പാദത്തോട് ചേർന്ന് 2 മെതിയടികൾ ഒരു പ്രസാദമായിട്ട് കൊടുത്തിരുന്നു. ആ പ്രസാദവുമായിട്ട് പോയി. പിന്നെ ഭഗവാൻ എന്ത് ചെയ്തു എന്നാണ് വർണ്ണിക്കുന്നത്. അത് നമുക്കൊന്ന് ചുരുക്കി കിടക്കാം. ഭഗവാൻ എന്ത് ചെയ്തു? അവിടെ ഒരു വലിയ ആൽമരത്തിൻ്റെ താഴെ ചെന്നിരുന്നു. ബലരാമൻ എന്ത് ചെയ്തു? ബലരാമൻ തൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ പരമചൈതന്യത്തിലേക്ക് ചേർത്തു. അങ്ങനെ ബലരാമൻ ഈ ഭൂമി വിട്ടു പോയി. ബലരാമൻ ഭൂമി വിട്ടു പോയപ്പോഴും ഭഗവാൻ അങ്ങനെ നോക്കി നിന്നു എന്നല്ലാതെ ഭഗവാന് പ്രത്യേകിച്ചൊന്നും ആ സമയത്ത് തോന്നിയില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് ഭഗവാൻ പിന്നീട് എന്ത് ചെയ്തു? നിഷസാദ ധരോപസ്ഥേ തൂഷ്ണീമാസാദ്യ പിപ്പലം. ശ്രദ്ധിച്ചു കേൾക്കൂ, ഭഗവാൻ എങ്ങനെയാണ് ഈ ലോകം വിട്ടു പോകുന്നത് എന്ന് വർണ്ണിക്കുകയാണ് ഭാഗവതം. ഇതിനെപ്പറ്റി നമ്മുടെ നാട്ടിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. ഭാഗവതം വായിച്ചാൽ ഞങ്ങളുടെ എല്ലാ സംശയങ്ങളും തീരുന്നതാണ്. അങ്ങനെ ഭഗവാൻ 4 കൈകൾ ശംഖചക്ര ഗദാപത്മങ്ങളൊക്കെ ധരിച്ച് ഇപ്പോൾ ഭഗവാനെ കാണാൻ എന്തൊരു ഭംഗിയാലേ. പ്രാജിഷ്ണു പ്രഭയാസ്വയ. ഭഗവാൻ ഇരിക്കുന്ന ആ പ്രദേശം മുഴുവനും പ്രഭാപൂരമായിരുന്നു. ശ്രീവത്സാംഗമുണ്ട്. പിന്നെ ഘനശ്യാമനായിരുന്നു ഭഗവാൻ. അതുപോലെ നല്ല നീലകുന്തള പണ്ഡിതം, നല്ല ഭംഗിയുള്ള മുടി തലയിൽ ധാരാളം ഉണ്ടായിരുന്നു. സുന്ദരസ്മിത വക്ത്രാബ്ജം. ഭഗവാന്റെ തിരുമുഖം കാണാൻ എന്തൊരു ഭംഗിയാണ്. അതിമനോഹരമായ ഭഗവാന്റെ തിരുമുഖം. കൗശേയാംബരയുഗ്മേന 2 പട്ടുവസ്ത്രങ്ങൾ ഭഗവാൻ നന്നായിട്ട് ശരീരത്തിൽ ധരിച്ചിട്ടുണ്ട്. പിന്നെ പുണ്ഡരീകാഭിരാമാക്ഷം, നല്ല കണ്ണുകളായിരുന്നു. മകരകുണ്ടലങ്ങൾ ഭഗവാൻ അണിഞ്ഞിരുന്നു. കടിസൂത്രം, ബ്രഹ്മസൂത്രം, കിരീടം, കടകം, ഹാരം, നൂപുരം ഇതെല്ലാം ഉണ്ടായിരുന്നു. നൂപുരം എന്ന് വെച്ചാൽ ഭഗവാന്റെ ഭാരതത്തിൽ ഇപ്പോഴും ഉണ്ടത്രേ. എന്ത്? ചിലങ്ക. നൂപുരം എന്ന് പറഞ്ഞാൽ എന്താ? ചിലങ്ക. ഈ സമയത്ത് ഭഗവാന്റെ പാദത്തിൽ ഇതുണ്ടായിരുന്നു, ചിലങ്കയുണ്ടായിരുന്നു. പിന്നെ വനമാല, നല്ലൊരു വനമാല ചാർത്തിയിട്ടുണ്ട്. മൂർത്തിമദ്ഭിഹി നിജായുധൈഹി, ശംഖം, ചക്രം, ഗദ, താമര ഇതൊക്കെ 4 രൂപങ്ങളെടുത്തു. മനുഷ്യനെ പോലെയുള്ള 4 രൂപങ്ങളെടുത്തു. അത് മനുഷ്യനാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാനങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ പറയാൻ വയ്യ. നല്ല എന്താ പറയാന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ദേവനെ പോലെ ദിവ്യമായ 4 രൂപങ്ങളാണ് ആരെടുത്തത്? ശംഖവും ചക്രവും ഗദയും താമരയും എടുത്തത്. എന്നിട്ട് അവർ 4 പേരും ഭഗവാൻ അങ്ങനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ ഭഗവാൻ ഒരു പാദം മറ്റേ പാദത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു വേടൻ കാട്ടിൽ കൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ദൂരെ നിന്ന് ഭഗവാന്റെ പാദം കണ്ടു. ഒരു മാന് പുല്ല് തിന്നാൻ വേണ്ടി മുഖം തിരിച്ചു നിൽക്കുകയെന്ന് ആ വേടന് തോന്നി. തൻ്റെ വില്ല് വളച്ചു. എന്നിട്ട് ആ അമ്പെടുത്തിട്ട് ആ വില്ലിനെ ഞാണിൽ തൊടുത്ത് ലക്ഷ്യം തെറ്റരുത്, നേരെ നോക്കി ആ മാനിനെ തൻ്റെ മനസ്സിൽ കണ്ട് കൃത്യമായിട്ട് അമ്പ് വലിച്ചു വിട്ടു. എന്നിട്ട് ആ മാനിനെ പിടിക്കാൻ വേണ്ടി അയാൾ ഓടി വന്നു. അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ആ അമ്പ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിലാണ് ആഞ്ഞു തറച്ചിരിക്കുന്നത്. പിന്നെ ആ വേടൻ പൊട്ടിക്കരയേരും. ആ പൊട്ടിക്കരയണ വേടനെ ഭഗവാൻ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, മാ ഭൈ,
നീ പേടിക്കണ്ട. ജര എന്നാണ് ഈ വേടൻ്റെ പേര്. എന്നിട്ട് പറഞ്ഞു ഉത്തിഷ്ഠ, കരയാനുള്ളതല്ല ജീവിതം, ആനന്ദിക്കാനുള്ളതാണ്. എണീക്കൂ, നീ അവസാന നിമിഷം നിൻ്റെ ശ്രദ്ധ മുഴുവനും എൻ്റെ പാദത്തിൽ വെച്ചിട്ടല്ലേ അമ്പെയ്തത്, അതുകൊണ്ട് മതി. അല്പനേരമെങ്കിലും നീ എൻ്റെ പാദം ധ്യാനിച്ചതുകൊണ്ട് നിനക്ക് ഈ ലോകത്തിൽ ഇനി താമസം വേണ്ട, എൻ്റെ ലോകത്തിലേക്ക് വരാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിമാനം വന്നു. ആ വിമാനത്തിലാണ് ആ വേടൻ ഭഗവാന്റെ ലോകത്തിലേക്ക് പറന്നുയർന്നത്. എന്തൊരത്ഭുതം അല്ലേ! നിമിഷം കൊണ്ട് ആ വേടൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്ത്? അല്പനേരം കൊണ്ട് ഭഗവാന്റെ ലോകത്തിലേക്ക് പറന്നുയരാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാതിരുന്ന ആ വേടന് പോലും ഭഗവാൻ പരമപദപ്രാപ്തി കൊടുത്തുവെങ്കിൽ ആ ഭഗവാൻ എത്ര കരുണയുള്ള ഈശ്വരനാണ്. ആ ഭഗവാനെ ഭജിക്കാതെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? അതുകൊണ്ട് ഒരിക്കലും മറക്കരുത്, ആ ഭഗവാനെ ഓർത്തുകൊണ്ട് ജീവിക്കുക. അങ്ങനെ ഭഗവാനെ എന്ത് ചെയ്തു? അപ്പോഴേക്ക് ദേവന്മാരൊക്കെ ഭഗവാനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ വന്ന ആൾക്കാർക്കൊക്കെ ഭഗവാൻ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? പത്മനേത്രേ ന്യമീലയത്. എത്രയോ ദേവന്മാർ ഭഗവാനെ കാണാൻ വന്നിരുന്നു. ദേവന്മാരൊക്കെ വിചാരിച്ചു എൻ്റെ ലോകത്തിലേക്ക് ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോകാൻ. പക്ഷേ ഭഗവാൻ ആരുടെ ലോകത്തിലേക്ക് പോയില്ല. എല്ലാവരും നോക്കി നിൽക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ 2 താമരക്കണ്ണുകളും സാവധാനത്തിൽ അടച്ചു. അതോടുകൂടി ആരെ കാണാതെ? ഭഗവാനെ കാണാതെ. എങ്ങോട്ടാ പോയത്? എങ്ങോട്ടാ ഭഗവാൻ പോയത്? എങ്ങോട്ടും പോയിട്ടില്ല. ഭഗവാൻ എവിടേക്കും പോയിട്ടില്ല. ചിലർ പറയും സ്വർഗാരോഹണം ചെയ്തു എന്നല്ലേ. അപ്പോൾ ആൾക്കാരെന്താ വിചാരിച്ചതെന്നറിയോ? ഭഗവാൻ സ്വർഗത്തിലേക്ക് പോയി. ഇത് തെറ്റാണ്. അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. കാരണം സ്വർഗാരോഹണം എന്നൊരു വാക്ക് തന്നെ എവിടെയില്ല. ഭാഗവതത്തിൽ ഈ കഥ പറയുമ്പോൾ ഇല്ല. പിന്നെ സ്വർഗം എന്ന് പറഞ്ഞാൽ അത്ര നല്ല സ്ഥലമൊന്നും അല്ല. സ്വർഗം എന്ന് പറയുന്നത് അത്ര നല്ല സ്ഥലമല്ല, അതൊരു ചീത്ത സ്ഥലമാണ്. പുരാണങ്ങളിലൊക്കെ പറയുന്നത് സ്വർഗം ഒരിക്കലും ഒരു നല്ല സ്ഥലമല്ല. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കരുതേ. ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട് എന്നെ ഉപേക്ഷിച്ചോളൂ. ഭൂമിയേക്കാൾ കുറച്ചും കൂടിയൊക്കെ ഒരു സൗകര്യമുള്ള ഒരു സ്ഥലത്തെയാണ് എന്ത് പറയുന്നത്? സ്വർഗം എന്ന് പറയുന്നത്. അവിടെ കാര്യമായിട്ടൊന്നുമില്ല എന്നാണ് വേദങ്ങളും പുരാണങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് അറിവുള്ള മനുഷ്യരാരും തന്നെ, വിവേകമുള്ള മനുഷ്യരാരും തന്നെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുക പതിവില്ല. ഭൂമിയേക്കാൾ കുറച്ചും കൂടി സൗകര്യമുണ്ട് അത്ര. കാരണം വേറൊന്നുമില്ല സ്വർഗത്തിൽ നിന്നാണ് വേദങ്ങൾ പറയണം. സ്വർഗമുണ്ട്, പക്ഷെ അത് കൊതിക്കണ്ട. അതുകൊണ്ട് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയല്ല. അങ്ങനൊരു വാക്ക് ഭാഗവതത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ എവിടേക്കാണ് ഭഗവാൻ പോയത്? ഭഗവാൻ എങ്ങോട്ടും പോയിട്ടില്ല. ഭഗവാൻ വന്നാലല്ലേ പോവുള്ളൂ. ഭഗവാൻ എവിടുന്നും വന്നിട്ടുമില്ല, എങ്ങോട്ടും പോയിട്ടുമില്ല. കാരണം എന്താ? കാരണം ഭഗവാൻ എല്ലായ്പ്പോഴും ഉള്ളതുകൊണ്ടാണ്. ഭഗവാൻ എപ്പോൾ വേണമെങ്കിൽ രൂപമെടുക്കാം, ഏത് നിമിഷം വേണമെങ്കിൽ ഏത് രൂപവും എടുക്കാൻ കഴിയുന്ന ഈശ്വരനെയാണ് ഭഗവാൻ എന്ന് പറയുക. അതുകൊണ്ട് ഭഗവാൻ ഇപ്പോഴും നമ്മുടെ ചില ആൾക്കാർക്ക് സംശയമുണ്ട്, ഇപ്പോൾ ഭൂമിയിൽ ശ്രീകൃഷ്ണൻ ഉണ്ടോ? എത്രയോ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഭൂമിയിൽ ഞാൻ പറഞ്ഞു എന്താ സംശയം? ഭഗവാൻ എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ എല്ലാ കാലത്തും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെയുണ്ട്? ഈ പ്രപഞ്ചത്തിലുണ്ട്. ആരാണോ അന്വേഷിക്കുന്നത് ആ അന്വേഷിക്കുന്നവർക്ക് ഭഗവാൻ തൻ്റെ സ്വരൂപത്തെ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കും. നമ്മുടെ നാട്ടിൽ എത്ര പേര് ഭഗവാനെ കണ്ടുമില്ലേ? നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ 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 ഭക്തന്മാർ ഈ ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കണ്ടിട്ടുണ്ട്. 2025 കാണാം, ഇനി കലണ്ടർ മാറിയിട്ട് 2050 കാണാം, ഇനി ഒരു 3000 കൊല്ലം കഴിഞ്ഞാലും കാണാം. ഏത് കാലത്തും ഭക്തിയുള്ളവന് മനെ കാണാം, ഭഗവാനെ കാണാം. ആ കാര്യത്തിൽ സംശയം വേണ്ട. ഭക്തി ഇല്ലാത്തവർക്കൊട്ട് ഭഗവാൻ എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാനും കഴിയുകയില്ല. പിന്നീട് വർണ്ണിക്കുന്നത് 12ാമത്തെ സ്കന്ധമാണ്. ആ 12ാമത്തെ സ്കന്ധത്തിൽ ശ്രദ്ധിക്കൂ, ഏത് നിമിഷമാണോ ഭഗവാൻ ഈ ഭൂമി വിട്ടു പോയത് ആ നിമിഷം തൊട്ട് ഇവിടെ കലിയുഗം ആരംഭിച്ചു എന്ന് പറയാം. കലിയുഗ വർണ്ണന ഭാഗവതത്തിലുണ്ട്, പക്ഷെ ഞാൻ വർണ്ണിക്കുന്നേ ഇല്ല. എന്താ കാരണം തിരുമേനി അതൊന്നും വർണ്ണിക്കാത്തത്? അത് ഇന്ന് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വേദവ്യാസ മഹർഷി കുറേ കാലം മുമ്പ് എന്താ പറയുക, പ്രവചിക്കുക എന്ന് പറയും. വേദവ്യാസ മഹർഷിയുടെ എല്ലാ പ്രവചനങ്ങളും 100% ശരിയാണ്. ഇത്ര നന്നായിട്ട് പ്രവചിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ വേദവ്യാസ മഹർഷിയുടെ എല്ലാ പ്രവചനങ്ങളും എന്താണ് സത്യമാണ്, ശരിയാണ്. അത് മുഴുവനും ഭാഗവതത്തിൽ എത്രയോ തവണ ഞാൻ വായിച്ചു നോക്കി.
അന്ന് വേദവ്യാസ മഹർഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഞാനും കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. അതൊന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. അതറിയാൻ നിങ്ങൾ പത്രം വായിച്ചാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ TV ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ ന്യൂസ് ചാനലുകളോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. പിന്നെ ഞാനെന്തിനാ വെറുതെ മൈക്ക് കൂടെ പറഞ്ഞ സമയം കളയണത്? അപ്പോൾ കലിയുഗ വിശേഷങ്ങളൊക്കെ ന്യൂസ് വഴി നിങ്ങൾക്കറിയാൻ സാധിക്കും. അത് മുഴുവൻ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ വളരെ കൃത്യമായി ഈ ഭാഗവതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഈ സമയത്ത് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ കലിയുഗം നല്ല കാലമാണ് എന്നാണ് പറയണത് കേട്ടോ. ഭാഗവതം ശ്രദ്ധിച്ചോളൂ. എന്താ നല്ല കാലം എന്ന് പറയാൻ കാരണം, കലിയുഗത്തിൽ ആൾക്കാർക്ക് ധൈര്യം കുറവായിരിക്കും അത്രേ. കലിയുഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഭീരുക്കളെ കൊണ്ട് നിറഞ്ഞ ലോകമായിരിക്കും പൊതുവെ എങ്ങനെയാണ്? എല്ലെവിടെ നോക്കിയാലും ഭീരുക്കളാണ്. അപ്പോൾ ധീരന്മാരായ ആൾക്കാർ വളരെ കുറവായിരിക്കും കലിയുഗം. എല്ലാവർക്കും എന്തോ ഒരു പേടി, എന്താണെന്നല്ല പലതരത്തിലുള്ള പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെങ്ങനെ ജീവിക്കണം? ഈ ഭീരുക്കളുടെ ഇടയിൽ നമ്മൾ ധീരന്മാരായിട്ട് ജീവിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. എപ്പോഴാണ് നമുക്ക് ധൈര്യം ഉണ്ടാവുക? ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവുന്നു? ധൈര്യമുണ്ടാവുന്നു. പ്രഹ്ലാദൻ്റെ കഥ കേട്ടിട്ടില്ലേ? ഏതെല്ലാം തരത്തിൽ ആ പ്രഹ്ലാദനെ നശിപ്പിക്കാൻ ഹിരണ്യകശിപു ശ്രമിച്ചു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആർക്ക്? ഹിരണ്യകശിപു പോലും, അല്ലേ? അതെല്ലാ കാലത്തും ശരിയാണ്. അതുകൊണ്ട് ഭഗവാനെ പൂർണ്ണമായിട്ടും വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുന്നവർക്ക് ധൈര്യത്തോടെ ജീവിക്കാം. കാരണം സർവശക്തനായിട്ടൊരാൾ ഭഗവാൻ മാത്രമല്ലേ ഉള്ളൂ. ശ്രദ്ധിക്കും, ഭഗവാന് 3 ഗുണങ്ങളുണ്ടെന്ന് വേദം പറയും. സർവശക്തനാണ്, സർവവ്യാപിയാണ്, അതുപോലെ തന്നെ സർവവ്യാപി പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലായിടത്തും ഭഗവാനും. ഈ പ്രപഞ്ചത്തിൽ ഭഗവാനില്ലാത്ത ഒരു ചെറിയ സ്ഥലം പോലുമില്ല. അപ്പോൾ വിമാനത്തിൽ നിന്ന് ആ പൈലറ്റിൻ്റെ കൂടെയുള്ള ക്രൂ വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, യാത്രക്കാരെ, ഈ വിമാനം നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഏത് നിമിഷവും അപകടത്തിലേക്ക് പോവാം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല, അല്ലേ? ആ സമയത്ത് ഓർമ്മിക്കുക, ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. നാമം ജപിക്കുക, ഭഗവാനെ സ്മരിക്കുക. ആ സമയത്ത് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഏത് നിമിഷവും നിങ്ങൾ ഭഗവാനെ, സർവ്വവ്യാപിയായ ഭഗവാന് വിമാനത്തിനുള്ളിൽ കയറാൻ പറ്റില്ലേ? അപ്പം നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എവിടെയാണെങ്കിലും ഭഗവാൻ സർവ്വവ്യാപി ആയതുകൊണ്ട് ഭഗവാനെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ സർവശക്തൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ളത് ഭഗവാനായതുകൊണ്ട് നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും രക്ഷിക്കാൻ ഭഗവാന് കഴിയും. പിന്നെ സർവജ്ഞനാണ്. സർവജ്ഞൻ പറഞ്ഞാൽ എന്താ? എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ, അത് ഭഗവാൻ മാത്രമാണ്. അപ്പോൾ ഭഗവാനോട് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. എനിക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ആരോടാ ചോദിക്കുക? എന്നോട് ഇവിടെ ഇരിക്കുന്ന ഈ സപ്താഹത്തിന് മുമ്പ് ആൾക്കാർ എന്നോട് സംശയം ചോദിക്കും. അപ്പോൾ എനിക്ക് അറിയുമെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷേ എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആരോടാ ചോദിക്കുക? ഈ ലോകത്തിലെ ചില മനുഷ്യരോടൊക്കെ ചോദിച്ചാൽ ഉത്തരം കിട്ടും. അപ്പോൾ നിങ്ങൾ പറയും, തിരുമേനിക്ക് ഗൂഗിൾ നോക്കിയാൽ പോരെ. ഗൂഗിൾ ഞാൻ നോക്കാറുണ്ട്. ചില ചോദ്യങ്ങൾക്കൊക്കെ ആരും ഉത്തരം തരും. ഗൂഗിൾ എനിക്ക് ഉത്തരം തരാറുണ്ട്. പക്ഷേ ഗൂഗിളിനും മറുപടി പറയാൻ അറിയില്ലെങ്കിലോ? എല്ലാ ചോദ്യത്തിനൊന്നും ഗൂഗിളിൽ ഉത്തരമില്ല. അപ്പോൾ അതിൻ്റെ മറുപടി ആര് തരും? ഭഗവാൻ തരും. അതുകൊണ്ട് ഗൂഗിളിനേക്കാൾ അറിവുള്ള ആളാരാ? ഭഗവാനാണ്. സംശയിക്കേ വേണ്ട. ശരിക്കൊരു സംശയമില്ല. എനിക്ക് പല സംശയങ്ങളുണ്ടാകുമ്പോൾ നേരിട്ട് ഭഗവാനോട് ചോദിക്കുന്നു. ഭഗവാൻ എനിക്ക് ഇന്നേ വരെ എൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സംശയ കാര്യത്തിൽ വേണ്ട. സർവജ്ഞനാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്. പിന്നീട് കലിയുഗത്തിൻ്റെ മഹിമകളൊക്കെ പറഞ്ഞ് വേദ വിഭജനമൊക്കെ പറഞ്ഞു. 4 വേദങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതൊക്കെ പറഞ്ഞ് പിന്നീട് ബ്രഹ്മോപദേശമാണ് ആര് ചെയ്യുന്നത്? പരീക്ഷത്തിന് ചെയ്യുന്നത്. അങ്ങനെ ശ്രീ ശുകബ്രഹ്മർഷിയാണ് ആ പരീക്ഷത്തിന് ബ്രഹ്മോപദേശം കൊടുത്തത്. ആ